Good morning, everyone. Welcome to Ada 24/7 Malayalam channel. Happy morning and Merry Christmas. അപ്പം ഇന്ന് 24-ാം തീയതിയാണ് ക്രിസ്മസിൻ്റെ തലേ ദിവസം അല്ലേ? അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. അപ്പം വെൽക്കം ടു അവർ സെഷൻ. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. ഇന്ന് നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ 24th December 2021 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും ആർട്ടിക്കിൾസിലെ ഇംഗ്ലീഷ് വൊക്കാബ്സ് ഏതൊക്കെയാണ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകും. ഓക്കെ, സോ ആസ് യൂഷ്വൽ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണെന്ന് പറഞ്ഞു വിടുന്നു. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, അതുപോലെ അതിന് മുൻപുള്ള ഇഡിയംസ്, ഫ്രേസസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു വിടുന്നു. ആൻഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്നത്തെ ആർട്ടിക്കിൾ ഓഫ് ദ ഡേയിലോട്ട് പോകുന്നു. അതിൽ അനലൈസ് ചെയ്യുന്നു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് വൊക്കാബ്സ് ഒക്കെ കൂടെ നമ്മൾ നോക്കി അലൈൻ ചെയ്ത് പോകുന്നു. ആൻഡ് ടോൺ ഓഫ് ദ പാസേജ് ഒബ്വിയസ്ലി നമ്മൾ നോക്കുന്നു. എന്നിട്ട് നമ്മൾ സ്പോട്ട് ദ ക്വസ്റ്റൻ, ഇന്നത്തെ ഹോംവർക്ക് ഡിസ്കസ് ചെയ്യുന്നു ആൻഡ് ഇന്നത്തെ ഹോംവർക്ക്. സോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന, ഇന്നലെ എല്ലാ ദിവസവും ചെയ്യുന്ന എഡിറ്റോറിയൽ സെഷൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഇംപ്രൂവ് ചെയ്യുന്നു, നിങ്ങളുടെ വൊക്കാബ് എൻട്രി ചെയ്യുന്നു, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, റീഡിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും, കോംപ്രിഹെൻഷൻ സ്കിൽസ് ആൻഡ് ഓഫ് കോഴ്സ് യുവർ റൈറ്റിംഗ് ആൻഡ് യുവർ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് ഓർത്ത് വെക്കുക കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ വെൽക്കം ടു അവർ സെഷൻ. ഗുഡ് മോർണിംഗ് ആൻഡ് എ ഹാപ്പി ഡേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പം നമുക്കറിയാം ഹൈക്കോർട്ട് ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻറ്റ് ബേസ് കൂടുതലും ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെയാണ്. അപ്പോൾ ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ എക്സാം ഡേറ്റ് 27th February 27th വന്നിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ ഇനിയും തുടങ്ങിയിട്ടില്ലാത്തവർ പഠിക്കുക, സമയമുണ്ട് നമുക്ക് ഇനിയും. വി ഹാവ് ഓൾമോസ്റ്റ് 60+ days ഉണ്ട്. അപ്പോൾ 60 ദിവസം നിങ്ങളുടെ മുൻപിൽ കണ്ടുകൊണ്ട് പഠിച്ചുകൊള്ളാം. ഓക്കെ, അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അങ്ങ് വിട്ടുകളയാം, എന്നിട്ട് 60 ദിവസം ഇരുന്ന് പഠിക്കുക കേട്ടോ. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട് എല്ലാ മഹാപാക്കുകൾക്കും ടെസ്റ്റ് പാക്കുകൾക്കും. ടെസ്റ്റ് പാക്കുകൾ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സീരീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകൾ അടങ്ങുന്ന ടെസ്റ്റ് സീരീസ് ഐക്കാറിൻ്റെ വന്നിട്ടുണ്ട്, അഗ്രികൾച്ചർ ഇതിൻ്റെ ടെക്നീഷ്യൻ്റെ പെർമനന്റ് ജോബറിനെ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലെ ടെസ്റ്റ് സീരീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മുടെ KSൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ ടെസ്റ്റ് സീരീസ് ഉണ്ട്, RRBCയുടെ ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ടെസ്റ്റ് സീരീസ് ചെയ്ത് പോവുക. കാര്യം എക്സാം എഴുതുന്ന അതേ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ പേസ് കൊണ്ടുപോകുക, സ്പീഡ് സെറ്റാക്കി പോകുക. കാരണം ഇപ്പോഴത്തെ എക്സാം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, പാറ്റേൺ അനുസരിച്ച് ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ ആ ഒരു ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ടെസ്റ്റ് സീരീസ് ചെയ്ത് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ 12% ഡിസ്കൗണ്ടോട് കൂടിയ ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട് മഹാപാക്കുകൾക്കും ടെസ്റ്റ് പാക്കുകൾക്കും. ക്രിസ്മസിൻ്റെ ഓഫറാണ്. അപ്പോൾ നിങ്ങൾ അവൈൽ ചെയ്യാൻ നിങ്ങൾക്ക് Ada 24/7 ആപ്പിലൂടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ada247.com എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് സ്റ്റേറ്റ് എക്സാംസ്, കേരള എക്സാംസിൽ കയറി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കോഡ് മറക്കണ്ട, എൻ്റെ കോഡ് ഇതാണ് Y314 Y314. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ +2 മെയിൻസിൻ്റെ കോഴ്സ് ഇന്നലെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കുകളോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 28-ാം തീയതി മുതൽ റെഗുലർ എല്ലാ ക്ലാസ്സുകളും പോകുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്രാഷ് കോഴ്സാണ്. അപ്പോൾ +2 മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കാം. February 6th മുതൽ നമ്മുടെ +2 മെയിൻസിൻ്റെ എക്സാം നടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതുകൂടാതെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു, RRC ഗ്രൂപ്പ് ഡിയുടെ 50-day ക്രാഷ് കോഴ്സ് വരുന്നുണ്ട് ഈ പറയുന്ന 31-ാം തീയതി മുതൽ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ജോയിൻ ചെയ്യാം. നല്ല റെയിൽവേ കോർപ്പറേഷൻ്റെ ആണ്, നല്ല ജോബാണ് ആൻഡ് പ്രിറ്റി ഗുഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം കോഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ KSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വൈകുമെന്ന് കേൾക്കുന്നു ഇപ്പോൾ. അപ്പോൾ KSന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ പഠിച്ചു പോവുക. യു ഹാവ് ടു ബി an early bird. KS ഒക്കെ പഠിക്കണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് പഠിച്ചു പോകണം. അപ്പോൾ നമ്മുടെ ബാച്ച് പോകുന്നുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് മിഷൻ HCA എന്ന് പറയുന്ന ഒരു പുതിയ ബാച്ച് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. 50 days പ്രിപ്പറേഷൻ ബാച്ചാണ് കേട്ടോ. എല്ലാ ദിവസവും ഉണ്ട്, സൺഡേ ടു സാറ്റർഡേ ഉണ്ട്. January 3-ാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ്. 11 മണി മുതൽ 12:30 വരെയുള്ള ഒരു മോർണിംഗ് സെഷൻ. പിന്നെ 3 പ്രോപ്പറായി ടൈമിംഗ് ഇത് ഗ്യാപ്പ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് 3 മുതൽ 4:30 വരെ ഒരു സെഷൻ. ആൻഡ് 8:30 മുതൽ 10 മണി വരെ ഒരു സെഷൻ. അപ്പം ഈവനിങ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള സമയം അങ്ങനെയായിട്ട് ക്ലാസ്സുകൾ പോകുന്നു. ടോട്ടൽ നമുക്ക് 240 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ്. 52 ദിവസത്തോളം ക്ലാസ് ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ പോർഷൻസും ഡീറ്റെയിൽ ആയിട്ട് വിടും. ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് അടക്കം അങ്ങനെ പോകുന്ന ഒരു ക്ലാസ്സാണ് പോകുന്നത്. അപ്പം ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നമ്മൾ February 25-നുള്ളിൽ ആണ് ക്ലാസ് പ്ലാൻ ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ സ്റ്റഡി പ്ലാൻ ഒക്കെ അവൈലബിൾ ആണ് സൈറ്റിലും ഒക്കെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇനിയും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ
അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമുക്ക് നേരെ നമ്മുടെ കോട്ടിലോട്ട് കിടക്കാം. ഇന്നത്തെ കോട്ട് ഫോർ ദി ഡേ: ലൈഫ് ഇസ് 10% വാട്ട് ഹാപ്പൻസ് ടു യു ആൻഡ് 90% ഹൗ യു റിയാക്ട് ടു ഇറ്റ്. സത്യമാണല്ലേ? നമ്മുടെ ലൈഫിൽ 10% നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങളാണ്. മേ ബി പോസിറ്റീവ് തിങ്സ്, മേ ബി നെഗറ്റീവ് തിങ്സ്. നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന നല്ല കാര്യമാകാം, ചീത്തക്കാരിയാകാം. ആ 10% നമുക്ക് വരുന്ന കാര്യത്തിൽ ഒരു കാര്യമുള്ളൂ. ബാക്കി 90% അവിടെ കിടക്കുക. അതെങ്ങനെയാ? ആ വരുന്ന കാര്യം പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ആ വരുന്ന മാറ്റർ ഓർ ദ തിങ് ദാറ്റ് അഫക്ട്സ് യു എന്താണോ അതിനെ ഹൗ ഡു യു റിയാക്ട് ടു ഇറ്റ്. നീ എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യും? നിന്റെ റിയാക്ഷൻ എന്താണ്? നല്ല രീതിയിൽ റിയാക്ട് ചെയ്യോ അതോ നീ വളരെ മോശമായ രീതിയിൽ റിയാക്ട് ചെയ്യോ? അതിൻ്റെ ഔട്ട്കം ആയിരിക്കും നിങ്ങളുടെ ലൈഫ്. അപ്പോൾ ടോട്ടൽ ലൈഫ് ഇസ് എൻ ഔട്ട്കം ഓഫ് 10% ഓഫ് വാട്ട് ഹാപ്പൻസ് ടു യു ആൻഡ് 90% ഓഫ് ഹൗ യു റിയാക്ട് ടു ഇറ്റ്. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക ആൻഡ് റിയാക്ട് ഇൻ എ ബെറ്റർ വേ. അല്ലേ? നമുക്ക് നോക്കാം, ഡെയിലി നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? യെസ് ഉണ്ട് സിജി, ഉണ്ട്. നമ്മൾ SSCയുടെ ഇന്നലെ CGLന്റെ നോട്ടിഫിക്കേഷൻ വന്നു, എല്ലാവരും അറിഞ്ഞല്ലോ. SSCയുടെ ബാച്ച് നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം നല്ലൊരു കാര്യമാണ്. SSC നിങ്ങൾക്കറിയാലോ, ഇനി ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ PSC തന്നെ ഒരിക്കലും ഇരിക്കരുത്. കാര്യം നിങ്ങൾക്ക് ഇപ്പോഴത്തെ PSC എക്സാംസ് ക്വസ്റ്റൻസ് ഒക്കെ സ്റ്റാൻഡേർഡായി. അപ്പോൾ ഒബ്വിയസ്ലി യു ക്യാൻ ഗോ ഫോർ SSC ലെവൽ. SC ലെവൽ നോക്കുക. അപ്പോൾ SSC ലെവലിലാകുമ്പോൾ നല്ല സാലറി പാക്കേജ് ആണ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന കാര്യമാണ്, SSC നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ CGL നോട്ടിഫിക്കേഷൻ വന്നു, തുടങ്ങും കേട്ടോ. നമ്മൾ ഉടനെ ബാച്ച് തുടങ്ങും കേട്ടോ സിജി. യെസ്, ഇല്ല പ്രാക്ടീസ് ബാച്ചിലുള്ളവർ തുടങ്ങേണ്ട കാര്യമില്ല, മനസ്സിലായോ? ഇനി പ്രാക്ടീസ് ബാച്ചിലുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നമ്മൾ ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട്. Jan 15 ആകുമ്പോഴേക്കും ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൻ്റെ. അത് സെപ്പറേറ്റ് ഒരു ചെറിയൊരു ഷോർട്ട് ബാച്ച് ആയിരിക്കും. ബട്ട് ഡീറ്റെയിൽ ആയിട്ട് ബേസിക്കലി നമ്മൾ ഓരോരോ എലമെൻറ്റും ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൻ്റെ ഓരോ എലമെൻറ്റും കമ്പൈൻ ചെയ്ത് പോകുന്നവരായിരിക്കും. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ബാച്ച് ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന് വേണ്ടി മാത്രം. ആൻഡ് മേ ബി വിൽ കമ്പയർ ഇറ്റ് വിത്ത് CA ക്ലാസ്സസ്. അങ്ങനെ കമ്പൈൻ ചെയ്താൽ നിങ്ങൾക്കത് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റും. CAയും വിത്ത് ഇംഗ്ലീഷ് വെച്ച് പഠിച്ചാൽ അതിനൊരു കുറച്ചുകൂടി എന്താ പറയുക ക്വാളിറ്റി കിട്ടും. നിങ്ങൾക്കത് കണക്ട് ചെയ്തിട്ട് എസ്സേയും ഫ്രേസൊക്കെ ഫ്രെയിം ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. അങ്ങനെ ഒരു പ്ലാൻ നമുക്കുണ്ട്, അത് അറിയിക്കാം നിങ്ങൾ എന്തായാലും. സോ അത് നിങ്ങൾക്ക് ഗുണമാകും. ഇപ്പോൾ പ്രാക്ടീസ് ബാച്ചിലൊരു ജോയിൻ ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ഉള്ളവർ ജോയിൻ ചെയ്യണമെന്നില്ല. ബട്ട് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്താണോ താല്പര്യം. ഞാനത് ഇതല്ല. ബട്ട് ഞാൻ ഒരിക്കലും പറയില്ല ഒരു ബാച്ചിലുള്ള ആളെ മറ്റൊരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ആർട്ടിക്കിൾ ആൻഡ് അനാലിസിസ്. അപ്പം നമ്മുടെ ഇന്നത്തെ 2 ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. ഒരു ആർട്ടിക്കിൾ നമ്മുടെ കാശ്മീരിനെ പറ്റിയുള്ള കാര്യമാണ്. കാശ്മീരിൽ വരുന്ന കുറച്ച് മാറ്റങ്ങളെ പറ്റിയും വരുന്ന കുറച്ചൊരു തീരുമാനങ്ങളെ പറ്റി. കാശ്മീരിനെ പറ്റി ഇന്നൊന്നും തുടങ്ങിയല്ല, ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഇറ്റ്സ് എ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാക്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. സോ അതിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഇന്നുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി ഇന്നത്തെ ഫ്രേസ് ഓഫ് ദി ഡേ, അല്ലെങ്കിൽ എന്താ പറയുക, ഇന്നത്തെ നിങ്ങളൊന്ന് ഗൂഗിളിൽ തപ്പി നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇന്ന ഫ്രേസ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ പുട്ട് ദ വിൻഡ് ഇൻ യുവർ സെയിൽസ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഫ്രേസ്, അല്ലെങ്കിൽ ഇഡിയം ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ പുട്ട് ദ വിൻഡ് ഇൻ യുവർ സെയിൽസ് എന്നാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇത് വന്നത് വെച്ചാൽ, ഇന്ന് ചിലി ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം CAയിൽ റിജിൻ സാർ പറഞ്ഞില്ലേ, അപ്പോൾ ഈ ഒരു കാറ്റ് വീശുന്നുണ്ട്, ചിലി മിക്കവാറും ലെഫ്റ്റിസ്റ്റ് ആകാനൊരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ? ലാറ്റിൻ അമേരിക്കൻ ചിലി. യെസ്, അത് ഇന്ന് നടന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഇലക്ഷന് റിസൾട്ട് വന്നു ചിലിയിൽ. നമ്മുടെ റിസൾട്ട് വന്നിട്ട് ലെഫ്റ്റിസ്റ്റ് പാർട്ടി അധികാരത്തിലേറ്റു. അധികാരത്തിലോട്ട് വരുന്നു. ദാറ്റ്സ് വാട്ട് ആർ ന്യൂസ് ടുഡേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനെപ്പറ്റി എങ്ങനെയാണ് ആ ഇലക്ഷൻ നടന്നതെന്നൊക്കെ ഉള്ളതിനെ പറ്റി ആൻഡ് ചിലിയുടെ പൊളിറ്റിക്കൽ സെനേറിയോനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഇന്നുണ്ട്. സോ ഗിവ് ഇറ്റ് എ റീഡ്. പൊളിറ്റിക്കൽ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ യു ഹാവ് ടു ഗിവ് ഇറ്റ് എ റീഡ്. പക്ഷെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ പെർസ്പെക്റ്റീവാണ്. ഓക്കെ, കാര്യം എസ്സേയിലൊന്നും നമുക്ക് ചിലിയെ പറ്റിയും ചോദ്യങ്ങൾ വരില്ല. ബട്ട് ഇന്ത്യൻ കാര്യങ്ങളെപ്പറ്റി, ഇന്ത്യൻ പൊളിറ്റിക്കൽ സെനേറിയോയെ പറ്റിയുള്ള ആർട്ടിക്കിൾ SSC എസ്സേസ് വരാറുണ്ട്. ആൻഡ് യു ഹാവ് ടു ഗിവ് എക്സാമ്പിൾസ്. അപ്പോൾ ഇതിന് വേണ്ടി നോക്കണം. അപ്പോൾ നമ്മൾ കാശ്മീർ റിലേറ്റഡ് എസ്സേയാണ്, റൈറ്റ് ആർട്ടിക്കിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. So, let's start with the idioms and phrases. ആദ്യത്തെ up in arms. ആംസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കൈ എന്നുണ്ട്, ഒരെണ്ണമുണ്ട്. രണ്ടാമത്തെ വെപ്പൺസ് എന്നുണ്ട്. up in arms എന്ന് പറയുന്നത് വരുമ്പോൾ അതിൻ്റെ മീനിങ് നോക്കുക. ആംഗ്രി ആൻഡ് കംപ്ലൈനിങ് അബൌട്ട് സംതിങ്. വളരെ ആംഗ്രി ആണ്, മേ ബി പ്രൊട്ടസ്റ്റ് വരെ എത്തിയേക്കാം അത്. സോ up in arms എന്ന് പറഞ്ഞാൽ ആംഗ്രി ആൻഡ് കംപ്ലൈനിങ് അബൌട്ട് സംതിങ്. ഒരു കാര്യത്തെപ്പറ്റി ഭയങ്കര ദേഷ്യമാണ് ആൻഡ് യു ആർ കംപ്ലൈനിങ് അബൌട്ട് സംതിങ്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സേ യു ആർ up in arms. ഷീ ഈസ് up in arms early in the morning. ഓ, രാവിലെ തന്നെ അവൾ ഭയങ്കര ദേഷ്യത്തിലാണ്. You can say she's up in arms. Or like anybody, the state is up in over the political or over the policy, foreign policies of the country, something like that. നിങ്ങൾക്കത് പറയാം. അപ്പോൾ up in arms എന്ന് പറഞ്ഞാൽ ആംഗ്രിയാണ്, താല്പര്യമില്ലാത്തൊരു അല്ലെങ്കിൽ കംപ്ലൈനിങ് ഒരു അവസ്ഥ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇഡിയമാണ് up in arms. ഓർത്ത് വെച്ചോളൂ കേട്ടോ.
വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്. ലെറ്റ് മീ സീ. അല്ലല്ല ആൻമേരി, ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൽ മാത്രമല്ല, ഇപ്പോൾ പോലും നമ്മുടെ ബാച്ചിൽ ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൽ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി പോകും. ഇപ്പോഴത്തെ ബാച്ചിൽ പോലും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ essay ടോപ്പിക്ക് പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് ടോപ്പിക്സ് കൊടുക്കും, എഴുതിയിട്ട് അവരെ എനിക്ക് അയച്ചു തരും, ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ദാറ്റ്സ് ഹൗ വി ഡു കേട്ടോ. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അപ്പോൾ എപ്പോഴും അപ്പോൾ അല്ല കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, കുറച്ച് ഗ്യാപ്പ് വരും എന്നുള്ളൂ. ദാറ്റ്സ് ഇറ്റ്, ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൽ വി ആർ ഷുവർ യു ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് എസ് എഴുതിപ്പിച്ച് നിങ്ങളുടെ കറക്റ്റ് ചെയ്യിപ്പിക്കും. ഇല്ലെങ്കിൽ പിന്നെ എന്താ അതിൻ്റെ വെറുതെ പറഞ്ഞു വിടാൻ മാത്രമല്ലോ, കറക്ഷനോട് അതുപോലെ നടക്കണ്ടേ. ഇവാലുവേഷൻ മസ്റ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അതൊരു ഉറപ്പായിട്ടുണ്ടാവും. ദാറ്റ്സ് ഹൗ വി ഡു. ഓക്കെ ആൻമേരി, ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. യെസ്, SCA ബാച്ചിലുള്ളവർക്ക് ഡിസ്ക്രിപ്റ്റീവ് കോഴ്സ് ഡിസ്കൗണ്ട് കാണോ? അത് ഇനി ഞാൻ ചോദിക്കാം. ഓക്കെ, ഓൾറെഡി SCA ബാച്ച് എടുത്ത കുട്ടികൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൽ ഡിസ്കൗണ്ട് ചോദിക്കാം. ഓക്കെ, ഞാൻ ചോദിച്ചു തരാം. ഓക്കെ, ഐ എം ഓൾവേസ് അപ്പ് in arms regarding kids eating habits. Okay, fine. Yes, Emila, great. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ up in arms എന്ന യൂസേജ് കണ്ടോ? നമുക്ക് പറയാം complaining about something or angry about something എന്ന് പറയാം കേട്ടോ. യെസ്, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് carve out. carve out എന്ന വാക്കിന് അർത്ഥം എന്താണ്? ഇറ്റ്സ് എ ഫ്രേസ് കേട്ടോ. carve out ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് carve ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക മെനഞ്ഞെടുക്കുക എന്നൊക്കെ പറയില്ലേ. സോ ആ ഒരു അർത്ഥമാണ് carve outന് ഇവിടെ. എസ്റ്റാബ്ലിഷ് ഓർ ക്രിയേറ്റ് വിത്ത് എഫേർട്ട്. അല്ലെ, കാർവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ള പാടാണ്, അത് ഓർത്ത് വെക്കുക. കാർവ് ഔട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതങ്ങനെ പഠിക്കുക. കാർവ് ചെയ്തിരിക്കും, കാർവിംഗ് ഒക്കെ ചെയ്യുന്നവർ കണ്ടിട്ടില്ലേ? എനിവേ, വെജിറ്റബിൾ കാർവിംഗ്, ഫ്രൂട്ട് കാർവിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. ആൻഡ് അത് മാത്രമല്ല, കാർവിംഗ് എന്ന് പറയുമ്പോൾ എന്തും എടുത്തോ നോക്കിയോ, നിങ്ങൾക്ക് എന്ത് സ്കൾപ്ചറൊക്കെ എടുക്കുമ്പോൾ കാർവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൽട്ടി വിത്ത് എ ട്രബിൾ, ഇറ്റ്സ് ട്രബിൾസം. അതുപോലെ തന്നെ അത് ഡിഫിക്കൽട്ടാണ് യൂസേജ്. അപ്പോൾ കാർവ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, തുടക്കം ഇടുക, ഓർ ക്രിയേറ്റ്, ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാം വിത്ത് എഫേർട്ട് ഓർ ഡിഫിക്കൽട്ടി, കുറച്ച് ഡിഫിക്കൽറ്റിയോടെ അല്ലെങ്കിൽ എഫേർട്ട് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സേ carve out. ഓക്കെ, മനസ്സിലായോ? ഐ carved out this business after a long process or after a long something like that എന്ന് പറയുന്നത്. after a long process പറയാം. സോ carve out ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എസ്റ്റാബ്ലിഷ് ഓർ ക്രിയേറ്റ് വിത്ത് എഫേർട്ട് എന്നാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളൂ കേട്ടോ. ആൻഡ് ആൻമരി, നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ബി അപ്ഡേറ്റ്. നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും വരിക മോർണിംഗ് 9 to 10 ഉള്ള സമയത്ത് ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വന്ന് പറയാം. ഓക്കെ, അപ്പോൾ പിന്നെ ആപ്പ് ഉണ്ടല്ലോ കയ്യിൽ, അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ നോക്കുക. അപ്പോൾ എന്തെങ്കിലും ബാച്ച് വരാണെങ്കിൽ നോട്ടിഫൈ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അഡ്മിഷൻ എടുക്കണം ഇതുപോലെ തന്നെ നമ്മൾ നോർമലി സ്റ്റോറിൽ കയറിയിട്ട് ചെയ്യുക എന്നുള്ളതുള്ളൂ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊന്ന് അറിയിക്കാം, ഇതിൻ്റെ ഒരു ഫൈനലൈസ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. അതല്ലേ ഇതിൻ്റെ ശരി, അപ്പോഴല്ലേ എമൗണ്ടും പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഞാൻ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, യെസ്. ചിൽഡ്രൻ ഓൾവേസ് അപ്പ് വിത്ത് ഷൈനി, ചിൽഡ്രൻ ഓൾവേസ് അപ്പ് വിത്ത് എന്താണ്? ചിൽഡ്രൻ ആർ ഓൾവേസ് അപ്പ് ഇൻ ആംസ് എന്ന് എടുക്കണം കേട്ടോ. വിത്ത് അല്ല, സോറി. ചിൽഡ്രൻ ആർ ഓൾവേസ് അപ്പ് ഇൻ ആംസ് ടു ദെയർ ടീച്ചേഴ്സ് ഇൻ സ്കൂൾ എന്ന് കൊടുക്കാം കേട്ടോ. അടുത്തത്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ is up in arms against paraforce commando operation after inhuman firing on unarmed villagers. Okay, yes. English competency can be carved out by regular reading and writing. Yes, it can be. Yes. He has few friends because of his up in arm attitude. അപ്പം ചിഞ്ചു ഉദ്ദേശിക്കുന്നത് നോ ഫ്രണ്ട്സ് എന്നല്ലേ, വെരി ലിറ്റിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഐ മീൻ ഇല്ല എന്ന് തന്നെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം ആണെങ്കിൽ ഫ്യൂ കറക്റ്റ്. ഇനി കുറച്ചേ ഉള്ളൂ എന്നാണെങ്കിൽ എ ഫ്യൂ വരും കേട്ടോ. എനിക്ക് തോന്നുന്നു നെഗറ്റീവ് സെൻസിൽ തന്നെയാണ് ചിഞ്ചു ഉദ്ദേശിച്ച് നോക്കും. ദാറ്റ് ഇസ് കറക്റ്റ് കേട്ടോ. ഹി carved out his വൈഫിൻ്റെ പ്രവീണ അപ്പസ്ട്രോഫി. He carved out his wife's routine according to his needs. അങ്ങനെ കൊടുക്കുക കേട്ടോ. വൈഫ്സ് എന്ന് കൊടുക്കുക. And then he carved out a new pattern of life after an unexpected accident. Okay, that's it. I'm trying to carve out essays on current affairs related topic. Great. Priyanka Chopra emphasizes everyone to carve out the best version of oneself. Yes. Yeah, great. അടുത്ത് നോക്കാം. നെക്സ്റ്റ് ഇതൊരു വൺ വേർഡ് ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ പോപ്പുലേഷനിലെ ഓരോ ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേസിസിന് പറയുന്ന പേരാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലേറ്റഡ് ടു പോപ്പുലേഷൻ ആണ്. എന്നാൽ ഡെമോഗ്രഫി എന്നൊരു വാക്കുന്നുണ്ട്. ഡെമോഗ്രഫി എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്: ഇറ്റ്സ് എ സയന്റിഫിക് സ്റ്റഡി, എ ഫീൽഡ് ഓഫ് സ്റ്റഡി, എ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻസ്. അപ്പോൾ ഓരോ പോപ്പുലേഷൻ്റെ ഇങ്ങനെ നമുക്കറിയാലോ, ജനസംഖ്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിക്ക് പറയുന്ന പേരാണ് ഡെമോഗ്രഫി. അപ്പോൾ എന്തിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും അത്? ബേസിസ് ചെയ്യുകയാണെങ്കിൽ ഡെത്ത് റേറ്റ്സ്, ബർത്ത് റേറ്റ്സ്,
ഡിസീസസ് എഫക്റ്റ് ചെയ്യുന്നത്, ആൻഡ് ഏജിൻ്റെ, ക്ലാസിൻ്റെ, റീജിയൻ, അങ്ങനെ എല്ലാ ഡിഫറൻസുകളുടെയും സ്റ്റാറ്റിക്കൽ സ്റ്റഡീസിനെ പറയുന്ന പേരാണ്, അതിന് ഇപ്പോൾ പോപ്പുലേഷൻ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡെമോഗ്രഫി. ഓർത്തു വെക്കുക, ഡെമോഗ്രഫി മീൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻസ്. ഓർത്തു വെച്ചോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ വൺ വേർഡും കൂടെ ഓർത്ത് വെച്ചോളാം, ബിക്കോസ് എക്സാമിന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ വിട്ടുപോകണ്ട, പഠിക്കുമ്പോൾ ഡെയിലി പഠിക്കുന്ന വൺ വേർഡ്സും കൂടി ഇരിക്കട്ടെ കയ്യിൽ. നെക്സ്റ്റ് വൺ ഇസ് വാക്ക് ദ ടോക്ക്. നമ്മൾ ഒരു തവണ പറഞ്ഞിരുന്നു വാക്ക് ദ ടോക്ക്. അപ്പം നമ്മൾ ഈ വാക്ക് ദ ടോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫോർമൽ യൂസേജ് ആണ്. ഡോണ്ട് എവർ യൂസ് ദിസ് ഇൻ എസ്സേസ് കേട്ടോ. ഒരിക്കലും എസ്സേ എഴുതുമ്പോൾ റൈറ്റിംഗ് നിങ്ങൾ റിട്ടേൺ ഇതിൽ ഒരിക്കലും റൈറ്റിംഗിൽ എഴുതുക, ഫോർമൽ റൈറ്റിംഗിൽ ഉപയോഗിക്കുന്നത് വാക്ക് ദ ടോക്ക്. വാക്ക് പറയുന്നത് കേൾക്കാം. പ്രീച്ച് വാട്ട് യു പ്രാക്ടീസ്, പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്, അതാണ് അർത്ഥം. പുട്ട് വൺസ് വേർഡ്സ് ഇൻ ടു ആക്ഷൻ. പറച്ചിൽ പോരാ മോനെ, പ്രവൃത്തിയിലോട്ട് വാ. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ഈസ് പുട്ട് വൺസ് വേർഡ്സ് ഇൻ ടു ആക്ഷൻ. അപ്പോൾ അതൊരു എന്താണ് പ്രോവർബ് ഉണ്ട്, ആ പ്രോവർബിൽ നിന്ന് വന്നാണ്. ഓക്കെ, സോ വാക്ക് ദ ടോക്ക് ആൻഡ് ടോക്ക് ദ വാക്ക് എന്ന് പറഞ്ഞൊരു പ്രോവർബ് ഉണ്ട്, അതിൽ നിന്ന് വന്നാണ് കേട്ടോ. സോ അതൊരു ഇൻഫോർമൽ യൂസേജ് ആണ്. വാക്ക് ദ ടോക്ക് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്, പുട്ട് വൺസ് വേർഡ്സ് ഇൻ ടു ആക്ഷൻ. അതായത് പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. ഇവിടുത്തെ പ്രാക്ടീസിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. പ്രാക്ടീസ് ചെയ്യുക, വാട്ട് യു പ്രീച്ച്, നീ പറയുന്ന കാര്യം പ്രവർത്തിക്കുക, വാട്ട് യു പ്രീച്ച്. ഇതാണ് ആ സംഭവം, മനസ്സിലായോ? ആൻഡ് ദെൻ ഇസ് ഒരു ലാറ്റിൻ ഫ്രേസ് ആണ് സ്റ്റാറ്റസ്കോ. ലാറ്റിൻ ഫ്രേസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ വാക്ക്. സ്റ്റാറ്റസ്കോ എന്ന് പറഞ്ഞാൽ ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. എന്താണ് അവസ്ഥ? എക്കണോമിക് സ്റ്റാറ്റസ്. ലെറ്റ് us ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദി എക്കണോമിക് സ്റ്റാറ്റസ്കോ ഓർ ദ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ്കോ എന്നൊക്കെ പറയാറില്ലേ. ദാറ്റ് മീൻസ് എന്താ നമ്മുടെ കൺട്രിയുടെ അവസ്ഥ, എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിന് പറയുന്നവരാണ് സ്റ്റാറ്റസ്കോ. ഇപ്പോൾ ഉള്ള അവസ്ഥ, എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. നമ്മൾ വളരെ ഫോർമലായിട്ടൊരു യൂസേജിൽ മാത്രമാണ് ഈ സ്റ്റാറ്റസ്കോ ഉപയോഗിക്കുക. ഫോർമലായിട്ട് മാത്രമേ പറയാറുള്ളൂ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഫോർമലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. യു ക്യാൻ യൂസ് ദിസ് ഇൻ എസ്സേസ്. ലാറ്റിൻ ഫ്രേസ് ആണ്, ഞാൻ വീണ്ടും പറയുന്നു, ഇത് ലാറ്റിൻ ഫ്രേസ് ആണ്. എസ്സേ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാര്യം നല്ല ഫോർമലായിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ്. എഴുത്തിലും റിട്ടേൺ ഡോക്യുമെന്റ്സിലൊക്കെ നമ്മൾ സ്റ്റാറ്റസ്കോ എഴുതാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ടേക്ക് ഓൺ. ടേക്ക് ഓൺ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഈ ഫ്രേസൽ വേർബിന്റെ മീനിങ് ഗെറ്റ് ഇൻ ടു എ പൊസിഷൻ, ഗെറ്റ് ഇൻ ടു എ ജോബ് എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. ഒരു ജോലിയൊക്കെ ആരംഭിക്കുക എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഒരു റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ഒരു അർത്ഥമുണ്ട് ടേക്ക് ഓൺ. എന്നാൽ ടേക്ക് ഓണിന് വേറൊരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ടേക്ക് ഓൺ മീൻസ് ഫൈറ്റ് ഓർ കോമ്പീറ്റ് അഗൈൻസ്റ്റ് സംബഡി ഓർ സംതിങ്. ഒരാളെ തോൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ തോൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ ഫൈറ്റ് ചെയ്യാണ്. അതിന് നമുക്ക് പറയാം ടേക്ക് ഓൺ എന്ന് പറയാം. ഓക്കെ, ഒരാളെ ഫൈറ്റ് ചെയ്യാണ്, ഒരാൾക്കെതിരെ, അല്ലെങ്കിൽ ഒരാൾക്കെതിരെ ഫൈറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ ഫൈറ്റ് ചെയ്യാണ്. ഫൈറ്റ് സ്ലേവറി എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ യു ക്യാൻ സേ ഈ പറയുന്ന കോമ്പീറ്റ് ചെയ്യാണ്, അതിനെതിരെ നമ്മൾ ഇതാണ് കോമ്പീറ്റ് ചെയ്യുന്നു, മത്സരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പം ടേക്ക് ഓൺ എന്ന അർത്ഥം വരുന്നുണ്ട്. കാരണം ചിലിയിൽ നിന്ന് വന്നിരിക്കുന്ന ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ടേക്ക് ഓൺ എന്ന ഫ്രേസൽ വേർബ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ഐ ഗെസ്. ഓക്കെ, അപ്പോൾ അതാണ് ടേക്ക് ഓൺ. ആൻഡ് ദെൻ ലെറ്റ് മീ സീ യുവർ സെൻറ്റൻസസ്. ഓക്കെ, കുറേ ഉണ്ടല്ലോ. ഓ ഗോഡ്. ഓക്കെ, he carved out a new business during the pandemic. Okay, he carved a new pattern of അത് പറഞ്ഞായിരുന്നു അല്ലേ? Yes. Yeah, he's up in arms when he hears colleaguesന്റെ criticism. കൊളീഗ്സ് കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി എസ് കൊടുക്കുക. ഐ മീൻ എസ് അല്ല, അപ്പസ്ട്രോഫി മാത്രം കൊടുക്കുക. എസ് കഴിഞ്ഞിട്ട്, കൊളീഗ്സിന്റെ എസ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കൊടുക്കുക. കൊളീഗ്സ് criticism. Okay, sometimes government carved out policies without adequate research. Okay, all right. കാവ് ചെയ്യും എന്നുള്ള സംടൈംസ് ചിലപ്പോൾ ചെയ്യാറുണ്ട് എന്നല്ലേ പറയുന്നത്. അപ്പോൾ പ്രസൻറ്റൻസ് പറഞ്ഞാൽ പോരെ അത്. ഈ കാർഡ് ഔട്ട് എ ന്യൂ സ്പാ. ഓക്കെ, ഐ എം ട്രൈങ് ടു കാവ് ഔട്ട് മൈ ഡ്രീംസ്. ഓക്കെ, വൺ ഓഫ് അവർ നെയ്ബറിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിനെ. ഇത് അമേരിക്കൻ സ്പെല്ലിംഗ് ആണ് പ്രവീൺ എഴുതിയിരിക്കുന്നത്. BOUR ഉണ്ട്. നെയ്ബറിംഗ് നേഷൻ ഓൾവേസ് വൺ ഓഫ് അവർ നെയ്ബറിംഗ് നേഷൻസ്. വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് എന്ത് വരണം പ്രവീണ? വൺ ഓഫ് ദ കഴിഞ്ഞ് എപ്പോഴും പ്ലൂറൽ നൗൺ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് എപ്പോഴും പ്ലൂറൽ നൗൺ കൊണ്ടുവരിക. അതുപോലെ തന്നെ ആ വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗണിന് ശേഷം വരുന്ന വേർബ് സിംഗുലർ വേർബ് ആയിരിക്കണം. അപ്പോൾ വൺ ഓഫ് ദ നെയ്ബറിംഗ് നേഷൻസ് ഈസ് ഓൾവേസ് അപ്പ് ഇൻ ആംസ് അബൌട്ട് ടെററിസം, ബട്ട് ഇറ്റ് ഈസ് ദ മെയിൻ സെന്റർ ഓഫ് ടെററിസം അറ്റ് ഓൾ. ഓക്കെ, അറ്റ് ഓൾ അല്ല, ആഫ്റ്റർ ഓൾ ആണ് എന്നല്ലേ. അപ്പോൾ ആഫ്റ്റർ ഓൾ എന്ന് കൊടുക്കുക, അറ്റ് ഓൾ എന്ന് പറയില്ല. അതിനൊരു നെഗറ്റീവ് മീനിങ് ആണ്. ആഫ്റ്റർ ഓൾ ആണെങ്കിൽ ആണ് എന്നുള്ള മീനിങ്ങിൽ വരുന്നു. പ്രവീൺ ഉദ്ദേശം ആണ് എന്നുള്ള മീനിങ് ആണ്. പീപ്പിൾ ആർ ഓൾവേസ് അപ്പ് ഇൻ ആംസ് അഗൈൻസ്റ്റ് ദ കണ്ടീഷൻ ഓഫ് റോഡ്സ് ഡ്യൂറിംഗ് റെയിനി സീസൺ. യെസ്. Yeah, natality, mortality. Yes. The students in the hostel are up in arms about the food. Okay, PSC aspirants carve out to compete
carve out to crack competitive exams. Yes. Recently, my brother carved out a new outlet of Arun ice cream. Okay. Demographic study in a country is imperative to carve out the welfare-oriented policies. Yes. Many people are fail alla. Many people fail to walk the talk nowadays. കേട്ടോ, അവിടെ വരില്ല. ഐഷ ഞാൻ ഇന്നാൾ പറഞ്ഞു, അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ വോസ് അങ്ങനെയുള്ള ബിയുടെ ഏത് ഫോർമുലേഷൻ ഉപയോഗിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരിക്കലും V1 ഉപയോഗിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ ING ഫോം കൊണ്ടുവരിക, അല്ലെങ്കിൽ പാസീവ് വോയിസ് കൊടുക്കുക V3 ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക. ഇവിടെ V3 കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ആ വോസ് അങ്ങ് കട്ട് ചെയ്ത് അല്ല ഈസ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അല്ല ആറല്ലായിരുന്നോ, അത് കട്ട് ചെയ്ത് കളയാം. Many people fail to walk the talk nowadays. State government carves out sewage. Okay, it's not sewage. Sewage. Okay, it's sewage. All right. Many treatment plant in Government Medical College Ernakulam. Okay, yes. Introduction of girls in DNA is, NDA. So DNA, induction of girls in NDA is in status quo for this year also. Okay, yes. I carved out my problems to get success in exams. Okay. Tata Car have already carved out a niche in the highly competitive Indian market. Hi Ajas, കുറേ നാളായല്ലോ കണ്ടിട്ട്. അജാസിനെ കണ്ട കാലം ഞാൻ പറഞ്ഞു. Okay. Hope you're fine and doing well. So, yes. She's always up in arms about waste management in her office. Okay. New education policy reforms the status quo of education model. Okay. The politicians usually fail to walk the talk. Yes. All right. One of the major criteria of the development of a country depends on the demography in its boundary. Yes. These days, politicians fail to walk the talk in public affairs. Yes. She carved out the statue with clay and kept for sale. Suddenly, her husband rushed to the spot and broke the statue. Accidentally, it put her up in arms. All right. Great, Yamina. Great. Sentence. Okay. All right. And moving to the last one. Take wind out of the sails. Take wind out of the sails എന്നാണ് നമ്മുടെ ഇഡിയം. പക്ഷേ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുവാണ്, ആ ഇഡിയമിൻ്റെ മീനിങ്, ഇഡിയം എന്ന് പറഞ്ഞാൽ ടേക്ക് വിൻഡ് ഔട്ട് ഓഫ് ദ സെയിൽ അല്ലെങ്കിൽ പുട്ട് വിൻഡ് ഔട്ട് ഓഫ് ദ സെയിൽ എന്നാണ്. അതാണ് ഇഡിയം. പക്ഷേ ഇന്ന് നമ്മുടെ ചില്ലി ഗവൺമെന്റിനെ പറ്റി പറയാനുള്ള ആർട്ടിക്കിളിൽ ഓതർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചെറിയ മാറ്റം വന്നു. ഔട്ട് ഓഫ് മാറ്റിയിട്ട് ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുട്ട് അല്ലെങ്കിൽ ടേക്ക് രണ്ടും കറക്റ്റ് ആണ്. പുട്ട് വിൻഡ് ഇൻ വൺ സെയിൽസ് പകരം ഞാൻ ദ സെയിൽസ് ആണ് ഇട്ടേക്കുന്നത്. ഇന്നത്തെ ഇഡിയം ഇതാണ് വന്നേക്കുന്നത്. ഇന്നത്തെ ഫ്രേസ് ഓഫ് ദ ഡേ കേട്ടോ. ഇന്ന് നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രേസ് ഓഫ് ദ ഡേ ഇതാണ്. പുട്ട് വിൻഡ് ഇൻ ദ സെയിൽസ്. പുട്ട് വിൻഡ് ഇൻ ദ സെയിൽസ് എന്ന് പറഞ്ഞാൽ മേക്ക് സംബഡി ഫീൽ കോൺഫിഡൻറ്റ് എന്നാണ് പുട്ട് വിൻഡ് ഇൻ ദ സെയിൽസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ടേക്ക് വിൻഡ് ഔട്ട് ഓഫ് ദ സെയിൽസ് അല്ലെങ്കിൽ പുട്ട് വിൻഡ് ഔട്ട് ഓഫ് ദ സെയിൽസ് എന്ന് പറഞ്ഞാൽ മേക്ക് സംബഡി ഫീൽ ലെസ് കോൺഫിഡൻറ്റ് ഓർ എന്തൂസിയാസ്റ്റിക്. ഒരു താല്പര്യം, ഒരു എന്തൂസിയാസം ഒക്കെ എടുത്ത് ആക്റ്റീവ് ഒന്നും അല്ലാതെ മാറിപ്പോവുക, കോൺഫിഡൻസ് മാറ്റി കളയുക എന്നൊക്കെയാണ് ഔട്ട് ഓഫ് പറയുക. ഔട്ട് ഓഫ് എടുത്ത് കളയുക എന്നാണല്ലോ. പക്ഷേ ഇന്ന് പറഞ്ഞാൽ യുവർ ഇൻസേർട്ടിങ് സംതിങ്, യുവർ പുട്ടിങ് സംതിങ് അല്ലേ എന്ന് പറയാണ്. അപ്പോൾ അവിടെ അതിന് പോസിറ്റീവ് മീനിങ് ആയി. ഓർത്ത് വെച്ചോണം. അങ്ങനെ യൂസേജ് വരുമ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോണം. പുട്ട് വിൻഡ് ഇൻ ദ സെയിൽസ് മീൻസ് മേക്ക് സംബഡി ഫീൽ എന്തൂസിയാസ്റ്റിക് ഓർ കോൺഫിഡൻറ്റ് എന്നാണ് അർത്ഥം. എന്നാൽ ടേക്ക് വിൻഡ് ഔട്ട് ഓഫ് വൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ മേക്ക് സംബഡി ഫീൽ ലെസ് കോൺഫിഡൻറ്റ് ആണ്. അപ്പോൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന പോസിറ്റീവ് സെൻസിലാണ് ചില്ലി ഗവൺമെന്റ് ഇലക്ഷനെ പറ്റിയാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. ഓക്കെ, ഓൾ റൈറ്റ്. അടുത്തത് എന്താണ്? ഗാന്ധിജി വാസ് എ പേഴ്സൺ ഹു ഓൾവേസ് വാക്ക് ദ ടോക്ക്. ഓക്കെ, അപ്ഗ്രേഡ് ചെയ്താൽ എല്ലാ ബാച്ചിലേക്കും ആക്സസ് കിട്ടുമോ? കിട്ടും മൂസിന്. അപ്ഗ്രേഡേഷൻ ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ. അപ്ഗ്രേഡേഷൻ ഓപ്ഷൻ ഉണ്ട് ഓൾറെഡി. അതിനുള്ള ലിങ്ക് ഞാൻ തരാം. മൂസിന് ഓൾറെഡി നമ്മുടെ ബാച്ച് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഇനി നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഇത് പറയാം. മഹാപാക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു, ഇപ്പോൾ മഹാപാക്കിന് 12% വിത്ത് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉള്ളതുകൊണ്ട് 2 വർഷത്തെ ഏത് കോഴ്സ് 24/7 ലോഞ്ച് ചെയ്താലോ അത് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ മഹാപാക്കിലുള്ള കുട്ടികൾക്കറിയാം. ഇനി അതല്ല, ഓൾറെഡി കോഴ്സ് എടുത്ത കുട്ടികളാണെങ്കിൽ അപ്ഗ്രേഡേഷൻ ഓപ്ഷൻ ഉണ്ട്. മഹാപാക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നൊരു പേടിഎം ലിങ്ക് വഴിയാണ്. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിലും ഈ പറഞ്ഞ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്കും ഈ 12% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ആൻഡ് എല്ലാ കോഴ്സിലേക്കുള്ള അവൈലബിലിറ്റി കിട്ടുവാണ്. മനസ്സിലായോ? ആൻഡ് അതാണ് പ്രശ്നം. അതാണ് ഗുണം. പേടിഎംകാർക്ക് 12% ഡിസ്കൗണ്ട് അല്ല, അത് ഓൾറെഡി കുറയും, അതിലും കുറയുമല്ലോ. അതാണ് അപ്ഗ്രേഡേഷൻ ഓപ്ഷൻ ഉണ്ട്. ആൻഡ് എല്ലാ കോഴ്സിലേക്കുള്ള ഇത് കിട്ടും. അതിലിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അല്ല, നമ്മൾ വരുന്ന എന്തൊക്കെ കോഴ്സ് വരുന്നത് ലോഞ്ച് ചെയ്യുമ്പോൾ കിട്ടും. ഡബിൾ വാലിഡിറ്റി ഉള്ളപ്പോൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ വാലിഡിറ്റി കിട്ടും. അതാണ് ഗുണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്, റീസെന്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇസ് in one of the schools in Balushiri was opposed by few to maintain status quo.
ഫ്യൂ എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരെന്നാണോ? അല്ലല്ലോ സുജി, കുറച്ചധികം പേര് ഒപ്പോസ് ചെയ്തില്ലേ? അപ്പോൾ യു ക്യാൻ സേ ബൈ a few എന്ന് പറയാം. കാരണം വളരെ കുറച്ചധികം പേര് തന്നെ ഒപ്പോസ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് റിയലി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു തരംഗമായിട്ട് തന്നെ ഇരിക്കുവാണ് അല്ലേ? പല വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. യാ, ഗുഡ് ടു ഹിയർ ദാറ്റ് അജാസ്. ഗുഡ്. ഓ സച്ചിനെ, നീ എന്നും വരുന്നല്ലേ, ഞാൻ നിന്നോട് അങ്ങനെ ചോദിക്കണോ? നമ്മൾ അങ്ങനെയാണോടാ? അതുകൊള്ള. ഞാൻ അജാസിനെ കുറേ നാളുകൂടി കണ്ടതല്ലേ, അതുകൊണ്ട് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ ഡെയിലി വന്നുകൊണ്ടിരുന്ന കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻറ് ബേസിസ് നമുക്കറിയാം. ആൻഡ് ദാറ്റ്സ് വൈ എനിക്ക് ഓർമ്മയുണ്ട് അജാസ് ഇതിലോട്ട് ജോയിൻ ചെയ്തതിന് മുമ്പ് എനിക്ക് മെയിൽ അയച്ചിരുന്നു. സോ ഐ റിമെമ്പർ ദാറ്റ്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ സച്ചിൻ, ഓക്കെ, യു ഗെറ്റ് ഇറ്റ് ഐ ഗെസ്. ഓക്കെ മുഹ്സിന, ദാറ്റ്സ് ഇറ്റ്. HFS ബാച്ച് ആണ്. ഓക്കെ, അപ്ഗ്രേഡ് ചെയ്യാം, ഞാൻ പറയാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവും അതുപോലെ എല്ലാ കോഴ്സും KSO ഏതാണോ ലോഞ്ച് ചെയ്യുന്നത് അതൊക്കെ കിട്ടും കേട്ടോ മുഹ്സിന. ഓക്കെ, സോ ദീസ് ആർ ദ ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ഫോർ ടുഡേ. അപ്പ് ഇൻ ആംസ്, carve out, demography, walk the talk, status quo, take wind out of one's sails. Hope that is clear to you. Moving on to today's synonyms, antonyms and related words. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം. Don't take wind out of kids' sail by saying always in the word don't do. ഗൗതം, അത് എന്നാ ചോദ്യം? ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് ചോദിക്കുക. എന്നെ അറിയോ അതെന്നാടാ ഗൗതം നിന്റെ അതെന്നാ ചോദ്യം? People need to take on whenever an incident happen in order to self-defense. Okay, self-defense വേണ്ടിയിട്ട്. ഓക്കെ, in order to നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് യൂസേജാണ്. അപ്പോൾ in order to self defense എന്ന് പറയില്ല, in order to defend oneself എന്ന് പറയാം കേട്ടോ. എങ്ങനെ പറയണം? പീപ്പിൾ നീഡ് ടു ടേക്ക് ഓൺ. നിനക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ ഇൻഫിനിറ്റീവ്സ് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ 2+V1 വരേണ്ടത്. അപ്പോൾ പീപ്പിൾ നീഡ് ടു ടേക്ക് ഓൺ whenever an incident happens, ഇൻസിഡന്റ് അല്ല, അപ്പോൾ സിംഗുലർ ആണ്. ഇൻസിഡന്റ് happens in order to defend oneself. സെൽഫ് ഡിഫെൻസ് എന്ന് പറയില്ല. അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു മാറ്റിയിട്ട് ഫോർ സെൽഫ് ഡിഫെൻസ് കൊടുത്തു. ഒന്നെങ്കിൽ അവിടെ ഫോർ സെൽഫ് ഡിഫെൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു ആണെങ്കിൽ ഡിഫെൻഡ് വൺ സെൽഫ് കൊടുക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ? അതാണ് സ്ട്രക്ചർ കറക്റ്റ്. നമ്മൾ ഗ്രാമാറ്റിക്കൽ ആക്യുറസി കീപ്പ് ചെയ്ത് പോകണം, എന്നാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇല്ല പണിയാവില്ലേ? അടുത്ത് നോക്കിയേ, റീപർപ്പസ്. ഇന്നത്തെ എസ്സേയിൽ നിൽക്കണം റീപർപ്പസ് ചെയ്യാന്ന് പറയും. റീപർപ്പസ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയും പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയിം എന്നൊക്കെയല്ലേ നമ്മൾ പറയാം, എയിം അതൊക്കെയാണ്. പക്ഷേ റീപർപ്പസ് എന്ന വേർബായിട്ട് നമ്മൾ ഉപയോഗിക്കും. അതിൻ്റെ മീനിങ് ഇതാണ്: റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുക. അതായത് അതിൻ്റെ ഫോമല്ല, അതിൻ്റെ കംപ്ലീറ്റ്ലി ഓൾട്ടർ ചെയ്യാതെ, കംപ്ലീറ്റ്ലി മാറ്റിമറിക്കാതെ അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ഉപയോഗത്തിലാക്കുക. യുവർ യൂട്ടിലൈസിങ് ഇറ്റ് അഗൈൻ, യുവർ റീയൂസിങ് ഇറ്റ്, യുവർ റീസൈക്ലിംഗ് ഇറ്റ്, അല്ലെങ്കിൽ ഒന്ന് റീമോഡൽ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പ്രോസസ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് റീപർപ്പസ് മീൻസ്. ഓർത്ത് വെച്ചോണേ, റീപർപ്പസ് മീൻസ് റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, റീമോഡൽ ചെയ്യുക, റീപ്രോസസ് ചെയ്യുക. ദാറ്റ് ഈസ് റീപർപ്പസ്. നോക്കാം, റീപർപ്പസ് പോളിസീസ് എന്നൊക്കെ പറഞ്ഞാറുണ്ട്. പൊളിറ്റിക്കൽ യൂസേജ് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഫോമൽ യൂസേജിൽ പറയുന്ന ഒരു വാക്കാണ് റീപർപ്പസ് എന്നുള്ളത്. വേർബാണേ, ഓർത്ത് വെച്ചോളാം. യു ക്യാൻ യൂസ് ഇറ്റ് കേട്ടോ. നമ്മൾ ഈ പഠിക്കുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ഇതിലോട്ട് കൊണ്ടുവരിക, റിട്ടേൺ ഇതിലോട്ട് കൊണ്ടുവരിക കേട്ടോ. ആൻഡ് കൺവീനിയൻസ്, ഫോർ യോർ കൺവീനിയൻസ് അല്ലേ. കൺവീനിയൻ്റ്ലി ഒക്കെ അറിയില്ലേ. സോ കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്, ഉപയോഗം, യോർ ബെനിഫിറ്റ്, യോർ അഡ്വാൻറ്റേജ്, യൂസ്, ഗുഡ്, കംഫർട്ട് എന്നൊക്കെയാണ് കൺവീനിയൻസിൻ്റെ അർത്ഥം. ബെനിഫിറ്റ്, അഡ്വാൻറ്റേജ്, യൂസ്, ഗുഡ്, അല്ലെങ്കിൽ ഗുഡ് എന്ന് പറഞ്ഞാൽ നന്മ, അവനവൻ്റെ നല്ലത്. ഫോർ യോർ ഗുഡ്, സ്റ്റഡി വെൽ ഫോർ യോർ ഗുഡ്. കേട്ടിട്ടില്ലേ? നിന്റെ നല്ലതിന് വേണ്ടി പഠിക്കുക, പറയാം നിന്റെ നല്ലതിന് വേണ്ടി. നല്ലത് അതാണ് നൗൺ കേട്ടോ. ഗുഡ് എന്ന് പറയുന്നത് ഗുഡ് ഈസ് ആൻ അഡ്ജക്റ്റീവ് ആസ് വെൽ ആസ് എ നൗൺ കേട്ടോ. അടുത്തത് കംഫർട്ട്. കംഫർട്ട് അറിയാലോ, അവനവൻ്റെ കംഫർട്ട്, അഡ്വാൻറ്റേജ്, ഇതൊക്കെയുണ്ട് മീനിങ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, പറയാലോ. സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അതായത് ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് അർത്ഥം. ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കണോമിക് അല്ലെങ്കിൽ എന്താണോ അവസ്ഥ, വളരെ എന്താ ഫോമൽ ആയിട്ടുള്ള യൂസ് ചെയ്യാണ്. അപ്പോൾ യു ക്യാൻ സേ വൈൽ വി കൺസിഡർ ദി പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോ ഓഫ് ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്നാണ് അർത്ഥം. അങ്ങനെ പറയാം. ആൻഡ് ദെൻ യു ക്യാൻ കണ്ടിന്യൂ ദ സെന്റൻസ് ലൈക്ക് ദാറ്റ്. എ ഗുഡ് ടീച്ചർ ഓൾവേസ് ട്രൈസ് ടു put wind in the students' sails. Yes, of course. Politicians always talk the talk, rather they should walk the talk. Yes. Yeah. Ade talk the talk, don't talk the talk. Adu thennaanu satyam. Rather you should walk the talk. പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, you must do it എന്നുള്ളതാണ്. That's it. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ് പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. യെസ്, അത് കറക്റ്റാണ് ജസ്റ്റ്. ഡോണ്ട് പോണ്ടർ ഓവർ അൺവാണ്ടഡ് തിങ്സ് ഓവർവെൽമിംഗ്ലി, ഇറ്റ് വിൽ ടേക്ക് വിൻഡ് ഔട്ട് ഓഫ് യുവർ സെയിൽസ്. ഓക്കെ, ഫൈൻ. ഷീ ടേക്സ് ഓൺ വിത്ത് ഹെർസെൽഫ് ഫോർ ഗെറ്റിംഗ് എ പ്ലേസ് ഇൻ ഹർ ഹസ്ബൻഡ്സ് ഫാമിലി. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ. Kerala government
takes on Tamil Nadu government due to illegal discharging of water from Mullaperiyar Dam without any information to Kerala government. Okay. All right. Okay. കറക്റ്റാണ്. അപ്പോൾ സമയം ഒരു കാര്യം ശ്രദ്ധിക്കണേ, ടൈപ്പ് ആണോ എന്ന് എനിക്കറിയില്ല. തമിഴ്നാട് എന്നൊക്കെ എഴുതുമ്പോൾ നമ്മളൊരു പേര് എഴുതുമ്പോൾ പ്ലേസിൻ്റെ ഒക്കെ പേര് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ തന്നെ ഉപയോഗിക്കുക. തമിഴ്നാടിൻ്റെ ടി ആൻഡ് എന്നും ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കുക കേട്ടോ. ആൻഡ് മുല്ലപ്പെരിയാർ ഡാം വരുമ്പോൾ എം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം. ഹർ ഹാർഡ് വർക്ക് പുട്ട് വിൻഡ് അല്ല കേട്ടോ അശ്വതി. ഹർ ഹാർഡ് വർക്ക് പുട്ട്സ് വിൻഡ് ഇൻ ദ സെയിൽസ് ടു അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പിയർ ഫോർ UPSC examination. Her hard work puts wind in the sails to appear for UPSC examination. അത് കറക്റ്റ്. പുട്സ് കൊടുക്കണം, കാര്യം ഹാർഡ് വർക്ക് സിംഗുലർ, അതുകൊണ്ട് കേട്ടോ. Recently few parliamentarians take on centers move to link voters ID with Aadhaar card. Yes, the company worked according to the convenience of employees. Okay, we should repurpose the plastic waste instead of burning it. Okay, fine. All right, let's try to repurpose the plastic. It's a social welfare. Okay, that's great. Then the new education policy 2020 partially repurpose the Right to Education Act 2003. Okay, partially repurpose ആണെങ്കിൽ അത് ശരിയാവോ എബില? ഇല്ല. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി സിംഗുലർ ആണ്. അപ്പോൾ എന്ത് കൊടുക്കണം? റീപർപ്പസസ് അല്ലെങ്കിൽ റീപർപ്പസ്ഡ് കൊടുക്കുക കേട്ടോ. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ കൊടുക്കുക, അല്ലെങ്കിൽ സിംഗുലർ ആണെങ്കിൽ സിംഗുലർ അനുസരിച്ച് കോൺകോഡ് പാലിക്കുക കേട്ടോ. യൂസ് ഓപ്പർച്യൂണിറ്റി ഫോർ യുവർ കൺവീനിയൻസ്. അത് തെറ്റിക്കൽ. ഇനി നിങ്ങൾ കോൺകോഡ് തെറ്റിച്ചാൽ പിള്ളേരെ തീർന്നു കേട്ടോ. ലെറ്റ് മി ടെൽ യു ദാറ്റ്. യൂസ് ദി ഓപ്പർച്യൂണിറ്റി ഫോർ യുവർ കൺവീനിയൻസ്. ഓക്കെ. കൺസിഡറിംഗ് ദ സ്റ്റാറ്റസ് ഓഫ് നാഗാലാൻഡ്, AFSP should be repealed. Great and very great. You have to repurpose something if it's not going according to your plan. Great, Sachin. People should repurpose plastics for the protection of our environment. Okay, that's great. SEGL class notification എങ്ങനെ അറിയാൻ കഴിയും? ക്ലാസ് നോട്ടിഫിക്കേഷൻ, ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ ഉടനെ പറയാം. നമ്മുടെ ക്ലാസ് ഷിജിനൊന്ന് ഫോളോ ചെയ്താൽ മതി. മോർണിംഗ് മൺഡേ ടു ഫ്രൈഡേ നമുക്ക് എന്തായാലും 9 AM ഞാൻ എഡിറ്റോറിയലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പുതിയ ബാച്ചോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അല്ലെങ്കിൽ അഡാപ്പ് 24/7 ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. കാര്യം എന്താ വെച്ചാൽ ഒരു ബാച്ച് വരുവാണ് അപ്പം അറിയും നമ്മൾ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. CGL എന്തായാലും ഞാൻ പറയാം കേട്ടോ. ഓക്കെ, വൺ ഓഫ് ദ ബെറ്റർ ഞാൻ ഇപ്പോൾ പറഞ്ഞു, വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് എപ്പോഴും പ്ലൂരിൽ വരണ്ടേ ഹസ്ന. വൺ ഓഫ് ദ ബെറ്റർ വേസ് ടു അവോയ്ഡ് പൊല്യൂഷൻ ഇസ് റീപർപ്പസിങ് ഓഫ്. പിന്നെ ഞാൻ എടുത്ത് പറയാണ്, വീണ്ടും എഴുതുവാണ്. ഐ എം സോ സോറി ഫോർ ദാറ്റ്. എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാണ്, വൺ ഓഫ് ദ എന്ന യൂസേജ് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് വരേണ്ടത് എപ്പോഴും എന്താണ്? ഒരു പ്ലൂറൽ നൗൺ ആണ്. വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ മാത്രം ഉപയോഗിക്കുക. പ്ലീസ് ഡു ദാറ്റ്. പ്ലൂറൽ നൗൺ കൊണ്ടുവരിക. എന്നാൽ പ്ലൂറൽ നൗൺ കൊണ്ടുവരുന്നതൊക്കെ ഒരു പ്രശ്നവുമില്ല. എന്നാൽ അതിന് ശേഷം വരുന്ന എന്തായിരിക്കണം? സിംഗുലർ വേർബ് ആയിരിക്കണം. സിംഗുലർ വേർബും ആയിരിക്കണം. വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ, പക്ഷേ സിംഗുലർ വേർബ് ആയിരിക്കണം വരേണ്ടത്. അടുത്ത വാക്ക് റിമോട്ട്നെസ്. റിമോട്ട്നെസ് മീൻസ് അലൂഫ്നെസ്, ഒരു അകലം, അകൽച്ച. ദാറ്റ് ഈസ് റിമോട്ട്നെസ് മീൻസ് അകൽച്ച, അലൂഫ്നെസ്, അല്ലെങ്കിൽ എലിനേഷൻ, ഡിറ്റാച്ച്മെന്റ്. അതാണ് റിമോട്ട്നെസ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ കാശ്മീരൊക്കെ എടുക്കുകയാണ്. കാശ്മീരിലെ ഏരിയ പലതും എടുത്തു നോക്കിയാൽ ഓരോ ഏരിയ മറ്റൊരു ഏരിയയായിട്ട് വളരെ റിമോട്ട്നെസ് ആണ്, ഡിറ്റാച്ച്ഡ് ആണ്. സോ അതിനെപ്പറ്റി ഇന്ന് പറയുന്നുണ്ട്. വി കൻ റീഡ് ദാറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും. റിമോട്ട്നെസ് മീൻസ് അലൂഫ്നെസ്, എലിനേഷൻ, ഡിറ്റാച്ച്മെന്റ് എന്നൊക്കെയാണ്. അടുത്ത വാക്ക് അൺഹോസ്പിറ്റബിൾ. ഓക്കെ, ഒരു സെക്കൻഡ്, അത് ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഒരു സെക്കൻഡ്. അൺഹോസ്പിറ്റബിൾ അല്ല. അതെ, ഐ നോ, എവിടെയോ ഞാൻ തെറ്റിച്ചു എന്ന്. തെറ്റ് പറ്റി അപ്പം എനിക്കറിയാം. അൺഹോസ്പിറ്റബിൾ അല്ല, ഇറ്റ്സ് ഇൻഹോസ്പിറ്റബിൾ കേട്ടോ. ഐ എം സോ സോറി ഫോർ ദാറ്റ്. അൺഹോസ്പിറ്റബിൾ അല്ല കേട്ടോ. പ്രിഫിക്സ് ഇൻഹോസ്പിറ്റബിൾ ആണ്. ഇൻഹോസ്പിറ്റബിൾ, ഇൻഹോസ്പിറ്റബിൾ. അൺഹോസ്പിറ്റബിൾ തെറ്റാ. ഹോസ്പിറ്റാലിറ്റി, ഇൻഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുള്ളൂ. സോ ഇൻഹോസ്പിറ്റബിൾ ആണ്, ഇറ്റ്സ് നോട്ട് അൺഹോസ്പിറ്റബിൾ. ഞാൻ തിരുത്തി തരാം, നോട്ട് തരുമ്പോൾ തരാം. ഇൻഹോസ്പിറ്റബിൾ മീൻസ് അൺഇൻവൈറ്റിംഗ്. ഹോസ്പിറ്റബിൾ ആണെങ്കിൽ നമുക്കറിയാം വളരെ എന്താ പറയുക, ഇൻവൈറ്റിംഗ് ആയ, വെൽക്കമിംഗ് ആണ്, സോഷ്യൽ ആണ്, ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറയാം. എന്നാൽ ഇൻഹോസ്പിറ്റബിൾ മീൻസ് അൺഇൻവൈറ്റിംഗ്, അൺവെൽക്കമിംഗ്, അൺഫ്രണ്ട്ലി എന്നൊക്കെയാണ് അർത്ഥം. അൺഫ്രണ്ട്ലി, അൺസോഷ്യബിൾ, അൺവെൽക്കമിംഗ്, അൺഇൻവൈറ്റിംഗ്, അൺകൺജീനിയൽ എന്നൊക്കെ പറയാം. കൺജീനിയൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അൺകൺജീനിയൽ എന്നൊക്കെ പറയാം. ഈ വാക്കുകൾ കേട്ടോ ഓർത്താൽ മതി. ഇതൊക്കെ
റിലേറ്റഡ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിലൂടെ പ്രിഫിക്സ് വന്നുകൊണ്ട് നെഗറ്റീവ് മീനിങ് ആയി. ഹോസ്പിറ്റബിൾ ആണെങ്കിൽ വെറും ഇൻവൈറ്റിംഗ് ആണ്, വെൽക്കമിംഗ് ആണ്, സോഷ്യബിൾ ആണ്, ഫ്രണ്ട്ലി ആണ്, കൺജീനിയൽ ആണ്. ബട്ട് ഇൻ ഹോസ്പിറ്റൽ വരുമ്പോൾ എല്ലാത്തിനും കൂടി ഒരു അണ്ണിട്ട് കൊടുത്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. അടുത്ത വാക്കാണ് ഏസ്റ്റ് വൈൽ. ഏസ്റ്റ് വൈൽ മീൻസ് അഡ്ജക്റ്റീവ് ആണ്, യൂസേജ് ഇത്രേ ഉള്ളൂ. ഫോമർ, ഓൾഡ്, പാസ്റ്റ്, പ്രയർ, പ്രീവിയസ് എന്നൊക്കെ. അപ്പോൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും നേരത്തെ ഉള്ള ഫോമർ, ഓൾഡ്, പാസ്റ്റ്, പ്രീവിയസ്, പ്രയർ. പണ്ട്, ഇപ്പോഴല്ല, ആർക്കേക്ക് യൂസേജ് ആണ്. പണ്ട് ഒബ്സൊല്യൂട്ട് യൂസേജ് ആണ്. ഏസ്റ്റ് വൈൽ നമ്മൾ അഡ്വേർബായിട്ട് ഉപയോഗിക്കുമായിരുന്നു, ഫോമർലി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം നമ്മളതിനെ അഡ്ജക്റ്റീവായിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോണേ. പഴയ യൂസേജ് മാറി ഇപ്പം നമ്മളതിനെ ഈ പറയുന്ന അഡ്ജക്റ്റീവായിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണേ. ഓൺലൈൻ ലേണിംഗ് ഇസ് മോർ കൺവീനിയൻറ്റ് ഫോർ ഓൾ വർക്കിംഗ് പീപ്പിൾസ് വരില്ലല്ലോ റിയാം. ഓൺലൈൻ എങ്ങനെ പറയാം? ഓൺലൈൻ ലേണിംഗ് ഇസ് മോർ കൺവീനിയൻറ്റ് ഫോർ ഓൾ ദ വർക്കിംഗ് പീപ്പിൾ. ദാറ്റ്സ് ഇറ്റ്. ഉണ്ട്. അതെ. ആ സെഷനെ പറ്റിയാണോ ഷിജിൽ ചോദിച്ചേ? നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള സെഷനാണോ ഷിജിൻ ചോദിച്ചേ? എങ്കിൽ ഇന്നലെ കാവ്യമിസ് രാത്രിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. യെസ്, ഒരു അരമണിക്കൂർ വീഡിയോ ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനെ പറ്റി. അപ്പോൾ നോട്ടിഫിക്കേഷനെ പറ്റി അറിയില്ലെങ്കിൽ ഞാൻ കോഴ്സിനെ പറ്റി ഞാൻ ഓർത്താണ് പറഞ്ഞത് കേട്ടോ ഷിജിൻ. അപ്പോൾ ഷിജിന് ഇനി നോട്ടിഫിക്കേഷനെ പറ്റിയാണ് വേണമെങ്കിൽ കാവ്യമിസ് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, രാത്രിയിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കണേ, അത് നമ്മുടെ ഇവിടെ തന്നെ ഇത് തന്നെ ഉണ്ടാവും. ഒന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് നോക്കണേ. The move to repurpose women's marriage age is beneficial to the women in our society. Yes. Brands like Lee Cooper is repurposing their commodities and now it becomes very common. Okay. The convenience of reading Hindu newspaper can reflect in your CHC exam. Yes. Okay. All right. The test of remoteness was one well entrenched in common law. Yes. If your plan doesn't work, repurpose it according to your convenience. Yes. ഒരു കാര്യം ജയകൃഷ്ണന്റെ കാര്യം എടുത്ത് പറയട്ടെ. ലെറ്റ് മീ ടെൽ യു, ഞാൻ എന്നും നിങ്ങൾക്ക് ഇത് തരും. എന്താണ്? സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റൻ തരും. എനിക്ക് എന്നും സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റൻ മറക്കാതെ ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് എന്നും ഡെയിലി ചെയ്തു തരുന്ന ഒരാളാണ് ജയകൃഷ്ണൻ. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് യു ഫോർ ദാറ്റ് കേട്ടോ. നമ്മുടെ ലൈവിൽ വരുന്ന കുട്ടിയാണ്, വരുന്ന ആളാണ്, എന്നും ആൻസർ അയക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പലരും എനിക്ക് ആൻസർ അയച്ചു തരാറില്ല കോമന്റ് സെഷനിൽ. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു ജയകൃഷ്ണൻ. ഓക്കെ, then Chinju, laws and policies must be in convenience. Must be in convenience ന്റെ സ്പെല്ലിംഗ് നോക്കിയേ. Inconvenience, convenience അതോ കൺവിൻസ് ആണോ ഉദ്ദേശിക്കുന്നത്? Convince is something different. Convenience is something different. Okay, common people or else we cannot expect the prosperity of a nation. Coronavirus and its resultant quarantine increase the remoteness among people. Yes. അപ്പോൾ ഇറ്റ്സ് ക്വാറന്റീൻ, സച്ചിനെ ഇറ്റ്സ് ക്വാറന്റീൻ അപ്പസ്ട്രോഫി എസ് വരില്ല. കാര്യം ഇറ്റ് ഇസ് എന്നാണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് നല്ലല്ലോ വരുന്നത്, അതിൻ്റെ നല്ലേ. അപ്പോൾ സച്ചിൻ അതൊരു വലിയ ഗ്രാമാറ്റിക്കൽ എറർ ആണ്. ഇറ്റ്സ് എന്ന് പറഞ്ഞാലാണ് പൊസസീവ് കേട്ടോ. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ പൊസസീവ്. മറ്റേത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാറ്റി കളിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. ഇതിന് 3 മീനിങ് ഉണ്ട്. ഇറ്റ് ഇസ്, ഇറ്റ് ഹാസ്, ഇറ്റ് വാസ് ആൻഡ് ഇറ്റ് ഹാസ്. 3 മീനിങ് ഉണ്ട്. ഏത് വേണമെങ്കിലും അക്കോർഡിംഗ് ടു ദ സെന്റൻസ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് ഓർത്ത് വെച്ചോളൂ, എല്ലാവരും ഓർത്ത് വെച്ചോളൂ. ആൻഡ് സച്ചിൻ എസ്പെഷ്യലി യു എഴുതി തെറ്റിച്ചുകൊണ്ട്. വി ഷുഡ് റീപർപ്പസ് ലേണിംഗ് ഹാബിറ്റ്സ് ഇഫ് വി ഫെയിൽ ഇൻ ദ എക്സാംസ് കണ്ടിന്യൂവലി. യെസ്. കണ്ടിന്യൂവലി എന്ന് പറയുമോ? കണ്ടിന്യൂവസ്ലി എന്നല്ല നമ്മൾ പറയാം. കണ്ടിന്യൂവലി ഇസ് നോട്ട് ദാറ്റ് യു കറക്റ്റ്, അതല്ല. കണ്ടിന്യൂവലി പറയാം അല്ലേ? യെസ്, കണ്ടിന്യൂവലി പറയാം. പെർസിസ്റ്റിംഗ് പറയാം. Yes. Government should repurpose the laws to reduce rape cases in India. Okay. Erstwhile, he was a security guard of SBI. Okay. She started showing remoteness from her colleagues after the dispute. Okay. Plastics. Plastic is a material noun. Hari, plastic എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നൗൺ ആണ്. മെറ്റീരിയൽ നൗണിന് പ്രത്യേകത എന്താ? മെറ്റീരിയൽ നൗൺസ് അൺകൗണ്ടബിൾ കേട്ടോ. ഓർക്കണേ, മെറ്റീരിയൽ നൗൺ ഏതും എടുത്തോ. മെറ്റീരിയൽ നൗൺസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ മെറ്റീരിയൽ നൗൺസും എല്ലാവരോടും വേണ്ടി പറയുകയാണേ, ദേ ആർ അൺകൗണ്ടബിൾ. അൺകൗണ്ടബിൾ ആണ്, അവയ്ക്ക് എണ്ണാൻ പറ്റില്ല. അപ്പോൾ അവയ്ക്ക് പ്ലൂരൽ ഇല്ല. അൺകൗണ്ടബിൾ ആയതുകൊണ്ട് അവയ്ക്ക് എണ്ണാൻ പറ്റില്ല, അതുകൊണ്ട് അവർക്ക് പ്ലൂരൽ. അപ്പോൾ പ്ലാസ്റ്റിക്സ് എന്ന് പറയരുത്. യു ക്യാൻ സേ പ്ലാസ്റ്റിക് ഹാഡ് റീപർപ്പസ് പ്രോപ്പർലി ഫോർ കൺവീനിയൻസ് ആൻഡ് ബെറ്റർ ഡ്വെൽസ്. അപ്പോൾ ഹാഡ് കൊടുക്കരുത് കേട്ടോ. ഹരി എങ്ങനെ കൊടുക്കാം? പ്ലാസ്റ്റിക് is എങ്ങനെ കൊടുക്കാം? പ്ലാസ്റ്റിക് is repurposed properly for convenience and better dwells. Okay. Any the gender equality uniform is nothing but it is nothing but കഴിഞ്ഞിട്ടേ ഈ യൂസേജ് തെറ്റാണ് കേട്ടോ അക്ഷര. ഇങ്ങനെ പറയാം, the gender equality uniform is nothing but a convenience for students എന്ന് കൊടുക്കാം കേട്ടോ.
Gender equality uniform is nothing but a convenience for students. Okay. The new GST scheme is entirely different from the erstwhile tax schemes. Okay. Many people are now also syncing themselves to their erstwhile traditions and customs. Yes. You're always welcome, Jai Krishnan. We can plan our study time according to our convenience. Yes, you can. The new teacher joined in school is inhospitable. Okay, fine. The act of repealing the farm law without a discussion was inhospitable. Yes, it was. Remoteness in relationship helps us in realizing the bond of love. Okay, yes. Ram's erstwhile opinion was inhospitable for Ramya. Okay, all right, Yamuna, great. Erstwhile president of PTA started to show remoteness with school matters. Hi, Mask Man. Welcome. 2 ദിവസം കണ്ടില്ല, കുറച്ച് ദിവസമാണ്. ഇപ്പം ഇങ്ങനെയാണല്ലോ, ഒന്നരാടനൊക്കെ വരും, ഒരു ദിവസം വരും, 3 ദിവസം വരില്ല, പിന്നെ 4ാം ദിവസം വരും, അങ്ങനെയൊക്കെയാണ്. Mr. S. Bahubali, the erstwhile general of Mahishmati, was murdered by Kattappa yesterday. Great. All right. പറയാം പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് എന്ന് പറയാം വിനീത. കാര്യം പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് എന്ന് വിനീത പറയുമ്പോൾ പ്രൊഡക്ട്സ് ആണ് അവിടെ നൗണ്, പ്ലാസ്റ്റിക് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ടല്ല ഉപയോഗിക്കുന്നത്. സോ യു ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, അത് പറയാം. The erstwhile policies have to be repurposed according to the changing scenario. Yes, the erstwhile president failed to show his leading power. That is why he stepped down. Okay, erstwhile question papers are practicing. Shiny practicing the spelling CING alla. പ്രാക്ടീസിൽ SING ആണ് വേർബ് ആയിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ സി വെച്ചിട്ട് നമുക്ക് പറയാം നൗൺ ആണെങ്കിൽ. സോ പ്രാക്ടീസിങ് ആകുമ്പോൾ ആർ പ്രാക്ടീസിങ് ഫോർ നോളജ്, ഫോർ നോയിങ് ദ പാറ്റേൺ ഓഫ് ഇതല്ലേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഏർസ്റ്റ്വൈൽ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആർ പ്രാക്ടീസിങ് അല്ലല്ലോ, അങ്ങനെ കൊടുക്കില്ല. ഇങ്ങനെ കൊടുക്കാം, ഏർസ്റ്റ്വൈൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആർ യൂസ്ഡ് ടു പ്രാക്ടീസ്, വേണമെങ്കിൽ കൊടുത്തോ, ആർ യൂസ്ഡ് ടു പ്രാക്ടീസിങ് എന്ന് കൊടുക്കാം, പ്രാക്ടീസിങ് ദ പാറ്റേൺ ഓഫ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ആർ യൂസ്ഡ് ആസ് എ പ്രാക്ടീസ് ഫോർ എന്ന് കൊടുത്തു, എന്നാലും കറക്റ്റാണ്. സം പീപ്പിൾ ഹാവ് ആൻ ഇൻഹോസ്പിറ്റബിൾ അപ്രോച്ച് ടു റിഡക്ഷൻ ഇൻ ഏജ് ഓഫ് വിമൻ ഫോർ മാരേജ്. ഓക്കെ, അതാണ് വെറുതെ അല്ല. SBO മെയിൻസിന് പ്രിപ്പയർ ചെയ്യാണല്ലോ അല്ലേ. ശരി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. ഉഷാറായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത വാക്കാണ് ഡെലിനിയേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഡിസ്ക്രൈബ്. ഓക്കെ, ഏലിനേറ്റും ഡീലിനേറ്റും തമ്മിൽ ഒരു ബന്ധമില്ല. ഏലിനേറ്റ് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക എന്നുള്ളതാണല്ലോ, ഒറ്റപ്പെടുത്തുക, ഐസൊലേറ്റ് ചെയ്യാന്നൊക്കെയാണല്ലോ. അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വാക്കാണ് ഡിലിനേറ്റ് എന്ന വാക്ക്. ഡിലിനേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഡിസ്ക്രൈബ്. കേട്ടല്ലോ, ഡിസ്ക്രൈബ് ആണ്. സെറ്റ് ഫോർത്ത്, മുന്നോട്ട് വെക്കുക. ഡെപ്പിക്റ്റ്, ഔട്ട്ലൈൻ, ട്രേസ് എന്നൊക്കെയാണ് ഡെലിനേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ, ഡെലിനേറ്റ് എന്ന വാക്ക് കൺഫ്യൂസിംഗ് ബോർഡിൽ പെടുന്ന ഒരു വാക്കാണ്. ഡെലിനേറ്റ് എന്ന വാക്ക് ഈ എലിനേറ്റിന്റെ ഓപ്പോസിറ്റ് ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇറ്റ്സ് നോട്ട് ദാറ്റ്. കേട്ടോ, ഓർത്ത് വെച്ചോ. ആൻഡ് അടുത്ത വാക്കാണ് ഇയർ മാർക്ക്. ഇയർ മാർക്ക് എന്ന് പറഞ്ഞാൽ നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കും. ഇയർ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക്, അട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഫീച്ചർ എന്നൊക്കെ നമ്മൾ നൗൺ ഫോർമുലേഷനിൽ പറയുന്ന സാധനം അല്ലേ. എന്നാൽ ഇതിന്റെ അതേ വേർബ് യൂസേജ് ഉണ്ട്. ഡെസിഗ്നേറ്റ്, മാറ്റിവെക്കുക, ഇതിനു വേണ്ടി പ്രത്യേകിച്ച് എടുത്തു വെക്കുക അല്ലെ. അല്ലെങ്കിൽ റിസർവ്, മെയിൻറ്റെയിൻ, എന്താണ് സെറ്റ് അപ്പാർട്ട്, കീപ്പ് അസൈഡ് എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഫീച്ചർ എന്ന്, അട്രിബ്യൂട്ട് എന്ന്, ക്യാരക്ടറിസ്റ്റിക് എന്ന് നൗണായിട്ടും, എന്നാൽ വേർബായിട്ട് വരുമ്പോൾ ഡെസിഗ്നേറ്റ് ചെയ്യുക, റിസർവ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഓർത്ത് വെച്ചാൽ മതി. പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഇയർ മാർക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ. അടുത്ത വാക്കാണ് ഡിവിസിവ്. ഡിവിസിവ് എന്ന് പറയുമ്പോൾ ഡിവിഷൻ ഉണ്ടാക്കുന്ന എന്തോ, ദാറ്റ് ഇസ് ഡിവിസിവ്. Something that is related to a disagreement or division എങ്കിൽ you can say that is divisive. Divisive approach എന്ന് പറഞ്ഞാൽ ഡിസ്കോർഡന്റ്, വഴക്കുണ്ട്. ഡിസ്കോർഡന്റ്, alienating, estranging, isolating എന്നൊക്കെയാണ് ഡിവിസിവ് എന്നുള്ളതിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ. ആൻഡ് ലെറ്റ് മീ സീ സെന്റൻസുകൾ നോക്കട്ടെ. The battle was focusing on whether the US would require a fresh UN mandate to carry out an attack. Yes, all right. ആ മാൻഡേറ്റ് ഞാൻ പറയാതെ വിട്ടുപോയി അല്ലേ, സോറി. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ്, അതോറിറ്റി അല്ലെങ്കിൽ അപ്രൂവൽ എന്നൊക്കെയാണ്. വേർബായിട്ട് വരുമ്പോൾ ഇൻസ്ട്രക്ട്, ഓത്തറൈസ് എന്നൊക്കെ അർത്ഥം. അപ്രൂവ്, ഓത്തറൈസ് എന്നൊക്കെ വരും കേട്ടോ. അത് ഞാൻ വിട്ടുപോയി, സോറി. നിങ്ങൾക്ക് അറിയാലോ മാൻഡേറ്റ് നമ്മൾ പറയാറുണ്ട് വേർബായിട്ടും നൗൺ ആയിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു വാക്കാണ്, അതുകൊണ്ട് വിട്ടുപോയതാണ്. സോ സോറി ഫോർ ദാറ്റ്. അടുത്ത വാക്ക് ഈസ് ഡോണ്ടിങ്. Daunting means intimidating, formidable, disconcerting. Daunt ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ചെയ്യാനായിട്ട്. അപ്പം നമുക്കൊരു പേടി, വി ഫീൽ ആൻ അൺഈസിനെസ്. എങ്കിൽ ഇൻറ്റിമിഡേറ്റിംഗ് ആണ്. ഇറ്റ്സ് നോട്ട് ഈസി ടു ഡു. അത് ഇച്ചിരി നമ്മളൊന്ന് വെപ്രാളപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന, റിസ്കി ഫാക്ടർ ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഈസ് എ ഡോണ്ടിങ് ഡിസിഷൻ, ദാറ്റ്സ് എ ഡോണ്ടിങ് പ്രപ്പോസൽ.
intimidating, formidable, disconcerting എന്നൊക്കെയാണ് അർത്ഥം. അത്ര ഈസി അല്ല കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഓർത്ത് വെക്കുക ഡോണ്ടിങ് എന്ന വാക്കിൻ്റെ അർത്ഥം. And then convenience of using green hydrogen gases as renewable energy was discussed at the COP26 meeting in Glasgow. Glasgowലുള്ള മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടു. ദാറ്റ്സ് ഇറ്റ്. was discussed കേട്ടോ സൗമ്യ. Convenience of using green hydrogen spelling DROGEN hydrogen gases. Okay, okay. The guide delineated the beauty of the monument to the foreigners. Yes, very good, very good. Okay, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോഴേ നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഒരു വാക്കൂടെ പറയണ്ടേ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിരിക്കുകയാണ്. ഒരു സെക്കൻഡ്. സെൻറ്റൻസ് ഫ്രെയിം ചെയ്തു അപ്പോഴേക്കും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടി ഇതാണ്. നമ്മുടെ എലിനേറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഒരിക്കലും വിചാരിക്കുന്ന കാര്യം. എലിനേറ്റ് എന്ന് പറഞ്ഞാൽ മാറി പോവാണ്, എല്ലാവരും ഒറ്റപ്പെടുവാണ്, ഐസൊലേറ്റ് ചെയ്യാണ്. പക്ഷെ അപ്പോൾ എലിനേറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്തായിട്ട് വരും? യുണൈറ്റ് ചെയ്യുക എന്നുള്ളതേ വരത്തുള്ളൂ. യുണൈറ്റ് ചെയ്യുക, ഹാർമണൈസ് ചെയ്യുക എന്നൊക്കെ വരുള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന അതാണ് ഡീലിനേറ്റ് എന്നുള്ളതാണ് ഞാൻ പിന്നെയും എടുത്തു പറഞ്ഞത്. ഡീലിനേറ്റ് എന്നുള്ളത് ഒരിക്കലും ഓർത്ത് വെക്കരുത് കേട്ടോ. അങ്ങനെ ഒരു വാക്ക് ഇതുമായിട്ട് എലിനേഷനും ഡീലിനേഷനും ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. അത് രണ്ടാണെന്ന് ഓർക്കുക. നമുക്ക് ഈ ഡി വെച്ചിട്ട് വരുമ്പോൾ അത് ഓപ്പോസിറ്റ് മീനിങ് ആണ് ഒബ്വിയസ്ലി. പക്ഷേ ഇത് അതല്ല, അതുമായിട്ടൊരു ബന്ധമില്ല. അത് ഓർത്ത് വെച്ചോളാം കേട്ടോ. അടുത്തത്, ഇറ്റ് വാസ് എ ഡിവിസിവ് ഡിസിഷൻ which abruptly broken the pace of the project. Okay, his divisive nature does not behove for a political leader. All right, Inju. Yes, I changed my erstwhile study plan after degree level examination. That's great. That's good. Okay, I changed അല്ലേ വേണ്ടത്. ചേഞ്ച് ചെയ്തല്ലോ റിയ. അപ്പം ചേഞ്ച് കൊടുക്കാം, അത് കൊടുക്കണേ. What is the year mark of your brand new product, Mr. Harry? Oh, Gautam, that's great. Restarting the preparation is a daunting task for after repeated failures. Yeah. The decision of withdrawal of currency notes of 500 and 1000 denomination was daunting. Yes, it was. Okay. അടുത്ത വാക്കാണ് ടെസ്റ്റിമണി. അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം ഞാനൊരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, നമ്മുടെ ഒരു ഫോമർ എംപ്ലോയി അല്ല, ഒരു എംപ്ലോയിക്ക് എഴുതി കൊടുക്കുന്ന ആ ഒരു ഇത് നല്ല എഴുതി കൊടുക്കുന്ന സർട്ടിഫിക്കേഷന് പറയുന്നത് എന്താ, സർട്ടിഫിക്കറ്റ് ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. സോ അപ്പോൾ അതിൻ്റെ ആൻസർ ടെസ്റ്റിമണിയാണ്. അപ്പോൾ ഇന്ന് ടെസ്റ്റിമണി വന്നപ്പോൾ ഞാൻ ഓർത്ത് ആ വൺ വേർഡ് പറഞ്ഞത് നന്നായിരുന്നു. അപ്പോൾ ടെസ്റ്റിമണി എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു എവിഡൻസ് ആണ്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്, ഓർ സ്പോക്കൺ സ്റ്റേറ്റ്മെന്റ് ആകാം. ടെസ്റ്റിമണി റിട്ടേൺ ആകാം, അല്ലെങ്കിൽ സ്പോക്കൺ സ്റ്റേറ്റ്മെന്റ് ആകാം. ദാറ്റ് ഈസ് പെർട്ടിക്കുലർലി ഒഫീഷ്യൽ. വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു റിട്ടേൺ അല്ലെങ്കിൽ സ്പോക്കൺ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് ടെസ്റ്റിമണി. അതായത് നമ്മൾ പറയില്ലേ, യുവർ ടെസ്റ്റിമണി ഈസ് വെരി മച്ച് വാല്യുബിൾ ഇൻ ദ കോർട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ വാക്ക്, നിന്റെ ആ ടെസ്റ്റിമണി പറയില്ലേ, നമ്മൾ പറയാറില്ല ആ സംഭവം. അപ്പോൾ ടെസ്റ്റിമണിക്ക് എവിഡൻസ് എന്നൊരു അർത്ഥമുണ്ട്, പ്രൂഫ്, ടെസ്റ്റമെന്റ്, അഫിഡവിറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഓർത്ത് വെച്ചോണ്ട് കേട്ടോ. എവിഡൻസ്, പ്രൂഫ്, ടെസ്റ്റമെന്റ്, അഫിഡവിറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. അഫിഡവിറ്റ് നിങ്ങൾക്ക് അറിയാലോ, റിട്ടേൺ ഡോക്യുമെന്റ് ആണ് അല്ലേ. ഓർ ഇങ്ങനെയാണ് അറ്റസ്റ്റേഷൻ എന്നൊക്കെ പറയും. അഫിഡവിറ്റിന് അറ്റസ്റ്റേഷൻ ഒരു വാക്കുണ്ട്, സെയിം വേ ആണ്. അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഓക്കെ, കൺഫർമേഷൻ ആണ്. ഇറ്റ്സ് അറ്റസ്റ്റേഷൻ, കൺഫർമേഷൻ എന്നൊക്കെ ഇതിന്റെ മീനിങ് ഉണ്ട് കേട്ടോ. ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൺഫേം ചെയ്യാണ്. ആൻഡ് ഇറ്റ് ഇസ് റിയലി ഫോർമൽ ഇൻ നേച്ചർ, ഒഫീഷ്യൽ ഫോർമൽ ഇൻ നേച്ചർ. ഓക്കെ. ആൻഡ് അടുത്താണ് ബാസ്റ്റിയൻ. ബാസ്റ്റിയൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ച എല്ലാ ദിവസവും നമ്മൾ പഠിച്ച ഓരോ വാക്കുകൾ ഇതാ പിടിച്ചോ. റാംപാർട്ട്, ബൾവോക്ക്, ബട്രസ്. ഓർമ്മയുണ്ടോ? ബൾവോർക്കും ബട്രസും റാംപാർട്ടും ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ച അതിലൊരു പുതിയ വാക്കുകൂടെ ഞാൻ ആഡ് ചെയ്യുന്നു, ബാസ്റ്റിയൻ. ബാസ്റ്റിയൻ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, ഫോർട്ടിഫിക്കേഷൻ. നമ്മളൊരു ഡിഫൻസ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ. വാൾ, റാംപാർട്ട് വാൾ, ബൾവോക്ക് വാൾ, ബട്രസ് വാൾ ഓർ സപ്പോർട്ട്. അതിനെയാണ് ഈ പറയുന്ന അല്ലെ ബാസ്റ്റിയൻ എന്ന് പറയുന്നത്. ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വാള് അല്ലെങ്കിൽ ഒരു ഡിഫൻസ് മെക്കാനിസം, ഫോർട്ടിഫിക്കേഷൻ. അതിനെയാണ് റാംപാർട്ട്, ബൾവോർക്ക്, ബട്രസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ 3-4 ദിവസങ്ങളായിട്ട് പല പല ദിവസങ്ങളിൽ ചെയ്ത വാക്കുകളാണ്. 3 വാക്ക് ഒരുമിച്ച് വന്നേക്കുന്നു, സിനോണിംസ് ആണ് അവരൊക്കെ. ഓക്കെ. ആൻഡ് അടുത്ത വാക്ക് ഇക്വിറ്റബിൾ. നിങ്ങൾക്കറിയാം, ഈക്വൽ എന്ന് പറഞ്ഞാലും ഇക്വിറ്റബിൾ എന്ന് പറഞ്ഞാൽ രണ്ടാം. ഈക്വൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ എന്ന് പറയും. പക്ഷേ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡീപ്പർ മീനിങ് വരും. ഇല്ലാത്തവന് കുറച്ചുകൂടെ കൊടുക്കണം, ഉള്ളവന് കുറച്ച് കൊടുത്താൽ മതി, അപ്പം അത് ഈക്വിറ്റബിൾ ആവും. അപ്പം എല്ലാവരും ഈക്വൽ ആവും. മനസ്സിലായോ? ഈക്വൽ എന്ന് പറഞ്ഞാൽ
എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, 10 പേർക്ക് ഞാൻ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 10 10 10 10 10 ആൻഡ് 10 ടൈംസ് ഓഫ് 10 കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. അത് ഇക്വിറ്റബിൾ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഓർക്കുക, ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റബിൾ എന്ന് പറയുമ്പോൾ ഇപ്പം 100 രൂപയുള്ളവന് ഞാൻ പിന്നെ പൈസ കൊടുക്കില്ല, ബിക്കോസ് ഹി ഈസ് ഓൾറെഡി ഹാവിങ് 100 രൂപ അല്ലേ, അപ്പോൾ അവന് ഞാൻ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ബാക്കിയുള്ളവർക്ക് 100 രൂപ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ 70 രൂപയുള്ളവന് ഞാൻ 30 രൂപ കൊടുത്താൽ മതി, 60 രൂപയുള്ളവന് 40 രൂപ കൊടുത്താൽ മതി, 40 രൂപയുള്ളവന് 60 രൂപ കൊടുക്കണം, ഈക്വൽ ആക്കണ്ടേ. അപ്പോൾ 50 രൂപയുള്ളവന് 50 രൂപ കൊടുക്കണം, 10 രൂപയുള്ളവന് ഞാൻ 90 രൂപ കൊടുക്കണം. സോ ദാറ്റ് ഇസ് വാട്ട് ഇക്വിറ്റബിൾ ഓർ ഇക്വിറ്റി മീൻസ്. ഫെയർ ആക്കുക, ജസ്റ്റ്, ഇംപാർഷ്യൽ, ഈവൻ ഹാൻഡഡ് എന്നൊക്കെ നമ്മൾ പറയും. ഓർ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അൺബയസ്ഡ്. ഒരു പ്രജുഡിസ്ഡ് ഇല്ല, ഒരു ബയസും ഇല്ല. ഇന്ന ആൾക്ക് കുറച്ച് കൂടുതൽ, ഇന്ന ആൾക്ക് കുറച്ച് കുറവ്. അതുപോലെ പ്രജുഡിസ്ഡ് അല്ല, അൺപ്രജുഡിസ്ഡ് ആണ്, അല്ലെങ്കിൽ അൺബയസ്ഡ് ആണ്, ഈവൻ ഹാൻഡഡ് ആണ്, ഇംപാർഷ്യൽ, ഫെയർ, ജസ്റ്റ്, ഓണസ്റ്റ് എന്നൊക്കെ അർത്ഥമുണ്ട് ഇക്വിറ്റബിൾ എന്ന വാക്കിന്. ഓർത്ത് വെച്ചോണേ. ആൻഡ് മൂവിങ് ടു നെക്സ്റ്റ് വൺ ഇസ് ആഗണി. അപ്പോൾ നിങ്ങളിപ്പോൾ എസ് ഒക്കെ എഴുതുമ്പോഴേ ഈക്വൽ ഡിസ്ട്രിബ്യൂഷന് പകരം നിങ്ങൾ ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുവാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് a little more deeper sense to it. You can put some deeper sense into it. കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ്. അപ്പോൾ എസ് ഒക്കെ എഴുതുമ്പോഴേ ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു അലോട്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. എൻ്റെ അടുത്ത വാക്ക് ആഗണി. യു നോ വാട്ട് ആഗണി ഈസ്? ആഗണി മീൻസ് പെയിൻ, ദുരിതം, ഹേർട്ട് അല്ലെങ്കിൽ ഹേർട്ട്, പെയിൻ, സഫറിങ്, ടോർച്ചർ, ടോർമെന്റ്, മിസറി എന്നൊക്കെ വാക്കിൻ്റെ അർത്ഥമാണ് ആഗണി. അതാണ് ആഗണി. പല വാക്കുകളുണ്ട്. പല വാക്കുകൾ ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ച വാക്കുകളുമാണ്. അടുത്ത വാക്കാണ് പേഴ്സിക്യൂഷൻ. പേഴ്സിക്യൂഷൻ മീൻസ് ഒപ്രഷൻ, വിക്ടിമൈസേഷൻ ഓർ മാൽ ട്രീറ്റ്മെന്റ്. ഇൽ ട്രീറ്റ്മെന്റ്, മാൽ ട്രീറ്റ്മെന്റ്, മാൽ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഇന്നാളൊരു ദിവസം പറഞ്ഞായിരുന്നു. നമ്മൾ റൂട്ട് വേർഡ്സ് പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മാൽ എന്ന വാക്ക് എവിടെ ഉപയോഗിച്ചാലും ഓർത്തോ അതിന്റെ അർത്ഥം നെഗറ്റീവാണ്. മാൽ എന്ന് പറഞ്ഞാൽ മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിക്രമം എന്നൊക്കെ പറയില്ലേ. എക്സാം ഹാളിൽ വി വിൽ നോട്ട് എന്റർടൈൻ എനി മാൽ പ്രാക്ടീസ് ഇൻ ദ എക്സാം ഹാൾ. ഒരു കളി നടക്കില്ല മക്കളെ, ദാറ്റ്സ് മാൽ പ്രാക്ടീസ് അല്ലേ. മാൽ ന്യൂട്രീഷൻ, അത്യാവശ്യം ന്യൂട്രീഷൻ കിട്ടുന്നില്ലെങ്കിൽ യു ക്യാൻ സേ മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ കിട്ടാത്ത അവസ്ഥ അല്ലേ, പോഷക ശോഷണം. യെസ്, അതെ, അതിനാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയാം. സോ അതുപോലെ മാൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നല്ല ട്രീറ്റ്മെന്റ് അല്ല, നെഗറ്റീവ് ട്രീറ്റ്മെന്റ് ആണ്, ഇൽ ട്രീറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് വാട്ട് മാൽ ട്രീറ്റ്മെന്റ് മീൻസ്, ഇൽ ട്രീറ്റ്മെന്റ്. അതുപോലെ ഓപ്പറേഷൻ, വിക്ടിമൈസേഷൻ എന്നൊക്കെയാണ് പേഴ്സിക്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം. ആൻഡ് നെക്സ്റ്റ് വേർഡ് ഇസ് ക്രക്സ്. ക്രക്സ് എന്ന് പറഞ്ഞാൽ ഹാർട്ട്, എസൻസ്, നബ് അല്ലെങ്കിൽ കോർ, സെന്റർ, കേർണൽ, സത്ത് എന്നൊക്കെ നമ്മൾ പറയില്ല. അതാണ് ക്രക്സ് എന്ന വാക്ക്. അപ്പോൾ സത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ യു ക്യാൻ യൂസ് ദ വേർഡ് ഹാർട്ട്, ദാറ്റ്സ് വെരി ഗുഡ് വൺ, ക്രക്സ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ദ വേർഡ് കേർണൽ. കേർണൽ എന്ന വാക്ക് ഉപയോഗിക്കാം. കേർണൽ, മറ്റേ കേർണൽ, 2 കേർണൽ ഉണ്ട്, ഈ കേർണലും ഈ കേർണലും. ഈ കേർണൽ അറിയാലോ, കേർണൽ നമ്മുടെ ടൈറ്റിൽ ഹോൾഡർ ഓഫ് ദ ആർമി ഒഫീഷ്യലൊക്കെ കേർണൽ പറയില്ലേ, ആ കേർണൽ. രണ്ടും ഒരേ പ്രൊനൗൺസിയേഷൻ ആണ്, കേർണൽ ആൻഡ് ദിസ് ഇസ് ഓൾസോ കേർണൽ. ഇത് കേർണൽ എന്ന് പറഞ്ഞാൽ സത്ത് എന്നാണ്. ഓർത്ത് വെച്ചോളാം, എസെൻസ് ആണ് അവിടെ പറയുന്നത്. വാക്കുകൾ ഓർത്ത് വെച്ചോളാം കേട്ടോ. Yes. Okay. We witness several divisive forces active in our society. Yes, I recognize the participation in a formal board can be a daunting and often off-putting experience. I recognize the participation in a formal board can be. Okay, fine. Yes. Vouch correct ആണ് സച്ചിൻ. Yes, absolutely. Spice was a earmark of the erstwhile Malabar state. Yes, former, yeah. Due to lack of testimony, the case was ruled out of the court. Yes, excuse me. കളക്റ്റീവ് നൗൺസ് ആയിട്ട് ചോദിക്കില്ല, മേ ബി അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം കേട്ടോ ജിസ്മോൻ. കളക്റ്റീവ് നൗൺസ് എന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണം ചോദിക്കണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ എന്ത് ചോദിക്കാം, അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. RBI അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, ബാങ്ക് എക്സാംസിൻ്റെ അല്ലേ. ഓക്കെ, അതിൻ്റെ കാര്യം ശരിയാക്കാം കേട്ടോ സ്വാതി. The beauty of Taj Mahal delineates the love of Shah Jahan to his wife Mumtaz. Okay, great. Sentence കൊള്ളാം. Equitable distribution of resources is an ideal way to achieve sustainable development. Yes. The agony of life, Pinkman. Yes. Equitable distribution of government fund is needed for a better governance. Yes. Malnourished. Yes. CG. Yes. Equitable distribution of wheat in Bihar to eradicate poverty. Waki complete है, sentence complete ആയിട്ടില്ല. Equitable distribution of wheat in Bihar to eradicate poverty is essential. Something like that. എന്തെങ്കിലും കൊടുത്ത് അത് complete ചെയ്യാം. Sentence complete ആയിട്ട് ഷൈനി. Love and care is the crux of every relationship. Okay. You don't want respect? റിലേഷൻഷിപ്പിൽ റെസ്പെക്ട് ഇസ് മസ്റ്റ് ആണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ചകടയാവും കുറച്ച് നാൾ കഴിയുമ്പോൾ. ആദ്യമൊക്കെ സുഖമാണ്, ലവ് വെച്ചിട്ട് പോകും. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ചകട, പൊട്ടി, റെസ്പെക്ട്. ഓക്കെ, ജസ്റ്റ് an insight. Okay, persecution is the main weapon of the government. Yes, it's obvious that he had made false testimony before the court. Okay, the testimony changed the entire direction of the case. Yes, she realized it is time
to put an, Yamuna, it is time to put an end to the agony which she go through alla, she went through, അല്ലെങ്കിൽ she goes through കൊടുക്കുക, goes through, that's correct, അങ്ങനെ കൊടുക്കുക. She realized that, അല്ലെങ്കിൽ she realized it's time to put an end to the agony which she goes through and goes through. Okay, അല്ലെങ്കിൽ ഇത് വെൻ ത്രൂ കൊടുക്കുക, വെൻ ത്രൂ ആണ് കറക്റ്റ്, കാര്യം വെച്ചാൽ അത് പാസ്റ്റിലാണ് ഇവിടെ ബാക്കിയെല്ലാം കിടക്കുന്നത്, അപ്പോൾ പാസ്റ്റിൽ കൊടുക്കുക. ഷി വെൻ ത്രൂ ആൻഡ് ഫോട്ട് ഫോർ ദി ഇക്വിറ്റബിൾ റൈറ്റ് ടു ലിവ്, ദാറ്റ്സ് ഇറ്റ്, അത്രമാത്രം കൊടുത്താൽ മതി കേട്ടോ. ടു പുട്ടും കൊടുക്കണം, വെൻറ്റും കൊടുക്കുക, ദാറ്റ്സ് ഇറ്റ്. കോവിഡ് ഹാസ് പുട്ട് ദി whole world into agony, killing a huge number of people. Yes. The management's equitable decision reduces management alle, appo singular, reduces her agony. Management equitable decision singular alle, reduces വേണം ട്ടോ ജീന. Crux of the story was underlying, but none can find it even though watching the movie. Even though watching the movie അല്ല, ഈവൻ ദോ എന്നുള്ള ഉപയോഗിക്കുവാണെങ്കിൽ അടുത്ത ക്ലോസ് വരണം. അപ്പോൾ വാച്ചിങ് ദ മൂവി തെറ്റാ. അപ്പോൾ എന്ത് കൊടുക്കണം എന്നറിയോ സജിനി, എങ്ങനെ കൊടുക്കണം? ദ ക്രക്സ് ഓഫ് സ്റ്റോറി വാസ് അണ്ടർലൈങ് ബട്ട് നൺ ക്യാൻ ഫൈൻഡ് ഇറ്റ് ഈവൻ ദോ കൊടുക്കരുത്. ഇൻ സ്പൈറ്റ് ഓഫ് വാച്ചിങ് മൂവീസ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് വാച്ചിങ് മൂവീസ് കൊടുക്കാം. രണ്ടും ഒരേ മീനിങ്ങാണ്. ഡെസ്പൈറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ പ്രിപ്പോസിഷനാണ് വരണ്ടേ, അല്ലെങ്കിൽ പ്രിപ്പോസിഷണൽ ഫ്രേസാണ് വരണ്ടേ. ഇത് വന്നാൽ സെന്റൻസ് മൊത്തം മാറ്റണം. കൺജങ്ഷൻ വന്നാൽ അതിന് ശേഷം ഒരു ക്ലോസ് വരണം. അപ്പോൾ അത് വരാൻ പറ്റില്ല കേട്ടോ സജിനി. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ക്ലാസ്സിൽ. കൺജങ്ഷൻ്റെ ക്ലാസ് വരുമ്പോൾ, ടൈപ്സ് ഓഫ് സെന്റൻസ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മണി ഈസ് വാട്ട് റിക്വയർഡ്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മണി ഈസ് വാട്ട് റിക്വയർഡ് അല്ല, വാട്ട് വി റിക്വയർ, അല്ലെങ്കിൽ വാട്ട് സംബഡി റിക്വയർഡ്. വാട്ട് കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് കൊടുക്കുക. വാട്ട് വി റിക്വയർഡ് in our society to reduce the poverty. Okay. One of today's certificate is a testimony for bastion of higher studies. Okay, fine. Support of alle udeshikkunna hari correct aanu. The reservation system in educational as well as employment system reduce the equitable chance of right candidates. ഇല്ല പിഗ്മെൻ, നോ. ഞാൻ ചുമ്മാ നോർമൽ ഒരു, അതാണല്ലോ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇറ്റ്സ് എവിഡന്റ് എവരിവൺ. എൻ്റെ വീട്ടിലും നിന്റെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും നടക്കുന്നത് തന്നെയല്ലേ. സോ വി കൻ സീ ദാറ്റ് എല്ലായിടത്തും ഉണ്ട്. അതിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. After hearing the news of his accident, the entire family was in agony. Yeah, that's it. Mutual respect is a testimony of every successful relationship. Siji, that's great. Kolla, innadu vechu pidichu. President ordered respect and honor to the martyr soldiers in the ceremony held at the rampart of India Gate. Yes. The constitution makers felt the reservation is the crux and many crux of equitable uplifting of depressed classes. വിജി, ഡിവിഷണൽ അക്കൗണ്ടന്റ് ക്ലാസ്സസ് അവൈലബിൾ ആണോ? ഓ വിജി, ഹായ്. ഡിവിഷണൽ അക്കൗണ്ടന്റ് നമ്മൾ ഇതുവരെ തുടങ്ങിയില്ല. ഡിവിഷണൽ അക്കൗണ്ടന്റ് വിളിച്ചിട്ട് കുറച്ചായല്ലേ. ക്ലാസ് ഇതുവരെ അവൈലബിൾ അല്ല. നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാം കേട്ടോ. ഓക്കെ. ഇക്വിറ്റബിൾ എമൗണ്ട് ഓഫ് ഫണ്ട് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ സ്റ്റേറ്റ്സ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സെന്റർ എന്ന് കൊടുത്തത്. ഗവൺമെന്റ് അവിടെ വേണ്ട. ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ സെന്റർ, വിത്ത് എ വ്യൂ ടു ഹെൽപ്പിംഗ് കിൻസ് ഓഫ് ദോസ് ഹു ഡൈഡ് ഡ്യൂ ടു കോവിഡ്. Okay. Shilpa, I'm so honored. Thank you so much. So that's it. ഇതാണ് നമ്മുടെ synonyms and antonyms. Let's move to the നമ്മുടെ article for today. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞു കശ്മീർ ഇഷ്യൂ പറ്റിയാണ്. ഡ്രോയിങ് എ ലൈൻ. വി ആർ ഗോയിങ് ടു ഡ്രോ എ ലൈൻ. അപ്പോൾ there is a need for drawing a line എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. സോ അതാണ് ഇന്നത്തെ ടൈറ്റിൽ ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. നമ്മൾ 80ഓളം പേര് ആൾക്കാർ ലൈവിലുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഇടുക ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഓക്കെ, ആൻഡ് ഷോ മീ യുവർ തംസ് അപ്പ്. നിങ്ങളുടെ തംസ് അപ്പ് പോരട്ടെ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സീ ദാറ്റ്. മനസ്സിലായെന്ന് അറിയട്ടെ. My descriptive writing skill is very pathetic. Could you suggest any tips to improve that? Shyam, first of all, for the starters, I would say ആദ്യമേ ചെയ്യേണ്ടത് റീഡ്, എസ്പെഷ്യലി പറഞ്ഞ ഹിന്ദു ആർട്ടിക്കിൾ പോലത്തെ റീഡ് ചെയ്യുക ആൻഡ് ഇതുപോലത്തെ ആർട്ടിക്കിൾ ക്ലാസ്സുകൾ കാണുക. അപ്പം നമ്മൾ എപ്പോഴും ഒരുപാട് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ ആസ്പിറൻസ്, കോമ്പറ്റീവ് എക്സാമിൻ്റെ ആസ്പിറൻസിൻ്റെ ഇടയിൽ. അപ്പോൾ ഇവർ ഒരുപാട് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യും ആൻഡ് യു ക്യാൻ ഓൾസോ സ്റ്റാർട്ട് ഫ്രെയിമിങ് സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഡെയിലി ഒന്ന് ചെയ്ത് നോക്കി. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ 2-3, ഞാൻ സെപ്റ്റംബറിൽ തുടങ്ങിയത് ഈ ക്ലാസ്സുകൾ. അപ്പോൾ സെപ്റ്റംബർ മുതൽ 4 മാസം കഴിയുന്നു. യെസ്, അപ്പോൾ 4 മാസത്തോളമായ കുട്ടികളെല്ലാവരും നമ്മുടെ കൂടെ അലൈൻഡ് ആണ്. അപ്പോൾ ശ്യാം അങ്ങനെ ചെയ്തോ. ശ്യാം ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ തുടങ്ങാം ഫോർ സ്റ്റാർട്ടേഴ്സ്. അപ്പോൾ വൊക്കാബും ഇതും കിട്ടും. Jesus becomes a crux of every man's destiny. Okay, fine. That bastion was built to defend whom from? Defend us from, അല്ലെങ്കിൽ defend somebody from the attack. കേട്ടോ, defend verb ആണ്, അതിൻ്റെ കൂടെ ഒബ്ജക്റ്റ് വേണം കേട്ടോ.
ക്രക്സ് നമ്മൾ ഇല്ലില്ല, ക്രക്സ് പ്ലൂറൽ ഇല്ല, അത് ഇതല്ലേ അജാസ് ക്രക്സ് ഇതാ സിംഗുലർ ആണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് എൻ അൺകൗണ്ടബിൾ നൗൺ ക്രക്സ്. എസെൻസസ് ഇല്ല ക്രക്സ് സിംഗുലർ ആണ് കേട്ടോ. യെസ്, യാ, താങ്ക് യു പീപ്പിൾ. ലെറ്റ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Drawing a line. Okay, any attempt to repurpose the politics of J&K, Jammu and Kashmir, with the delimitation exercise is bound to fail. ഇപ്പോൾ പറയുന്നതാണ് any attempt to remodel or reprocess the politics. ഏതെങ്കിലും ഒരു അറ്റംപ്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ പൊളിറ്റിക്സിനെ ഒന്ന് പ്രോസസ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ വിത്ത് ഡീലിമിറ്റേഷൻ എക്സസൈസ് ഇസ് ബൗണ്ട് ടു ഫെയിൽ. നമ്മൾ ഡീലിമിറ്റേഷൻ്റെ പ്രത്യേകത എന്താ? ഡീലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ചെയ്യാണ്, അവരുടെ ഫ്രീഡം എടുത്തു കളയാൻ. എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ഒരു കൺട്രിയിൽ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്രേ ഉള്ളൂ, കുറച്ച് ലിമിറ്റേഷൻസ് വെക്കുകയാണ്. ടാക്സ് ലിവിങ്ങോ അല്ലെങ്കിൽ എന്തും ആകാം. ഡീലിമിറ്റേഷൻ മീൻസ് അവിടെ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നമ്മൾ എന്തൊക്കെയാണോ കൊടുക്കുന്നത് മറ്റേ ഈ എന്താ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി, ഫ്രീഡം ലിമിറ്റ് ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ എന്താണ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിനെ ഡീലിമിറ്റേഷൻ എന്ന് പറയും. ഡീലിമിറ്റേഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് പറയാം, ഒരു വൺ വേർഡ് ആയിട്ട് പറയാം. എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, ഇനി ഒരാളെ നമ്മൾ ഡിവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിവിഷനായി അല്ലെങ്കിൽ അവരുടെ ഫ്രീഡം അല്ലെങ്കിൽ എന്തെങ്കിലും ബൗണ്ടറി വെക്കുകയാണ്, അവിടെ സെറ്റ് ചെയ്യുകയാണ്, ലിമിറ്റ് സെറ്റ് ചെയ്യുകയാണ്, അതിനാണ് ലിമിറ്റേഷൻ എന്ന് പറയുക, ഡീലിമിറ്റേഷൻ എന്ന് പറയാം. ആ എക്സസൈസ് കൊണ്ടുവരികയാണെങ്കിൽ ഇസ് ബൗണ്ട് ടു ഫെയിൽ. ബൗണ്ട് ടു ഫെയിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എന്താ? ഇസ് സർട്ടൻ ടു ഫെയിൽ. അത് ഈസ് ബൗണ്ട് ടു എന്ന് പറഞ്ഞ അർത്ഥം സർട്ടൻ, ഉറപ്പാണ് അത് ഫെയിൽ ആയിരിക്കും എന്നാണ് അർത്ഥം. ഉറപ്പാണ് ടു ഫെയിൽ, അത് ഉറപ്പായിട്ട് ഫെയിൽ ആയിരിക്കും. ഇറ്റ്സ് ലൈക്ക് എ വാർണിംഗ് കൊടുത്തുകൊണ്ട് ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ പ്രപ്പോസ് റീമാപ്പിംഗ് ഓഫ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ദ യൂണിയൻ ടെറിട്ടറി by the JNK, Jammu and Kashmir Delimitation Commission, has got the entire spectrum of regional parties in the Kashmir Valley up in arms. At the core of their protest in the fear of a shift of political power to the Jammu region. The Commission has suggested 6 additional assembly segments in Jammu from 37 to 43 and 1 in the valley from 46 to 47. The political map is being redrawn not entirely on considerations. ഇപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, നോക്കിക്കേ, നമ്മുടെ കാശ്മീരിൽ ഒരു റീമാപ്പിംഗ് കൊണ്ടുവരാണ്. ഒരു റീമാപ്പിംഗ് മൊത്തത്തിലൊന്ന് എന്താ പറയുക, മാപ്പ് ഇരിക്കുന്നത് തന്നെ വേർതിരിക്കുവാണല്ലോ, ഓരോ സ്റ്റേറ്റ്സിൻ്റെയും ഭരണത്തിനൊക്കെയാണ് മാപ്പ് ചെയ്യാന്ന് പറയാം. അപ്പോൾ റീമാപ്പിംഗ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ വാട്ട് വി ആർ ഡൂയിങ് ഇസ് അവിടെ ഒരു എന്താണ് ഭരണത്തിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റിൻ്റെ ഓരോ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി അനുസരിച്ച് മാപ്പ് ചെയ്യുന്നു എന്നാണ്. റിന്യൂവബിൾ റിസോഴ്സ് ആർ ദ ക്രക്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെയാണ് കേട്ടോ, ആണ് പറയാം കറക്റ്റാണ്. യെസ്, അപ്പോൾ നോക്കിക്കേ, അപ്പോൾ എന്ത് ചെയ്യാണ്, അപ്പോൾ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു റീമാപ്പിംഗ് കൊണ്ടുവരിക എന്ന് പറയുന്നത്, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ പറഞ്ഞ JNK യൂണിയൻ ടെറിട്ടറീസ് ഇൻ ദ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് JNK എന്ന് പറയുന്ന അത് കൊണ്ടുവരുന്ന ആരാ? ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് കാശ്മീരിലുള്ള എല്ലാ റീജിയണൽ പാർട്ടീസിനെയും പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നു. ആ കാശ്മീർ വാലിയിലുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും റീജിയണൽ പാർട്ടീസും ഇപ്പോൾ പ്രൊട്ടസ്റ്റിലാണ്. മെയ്ഡ് ദം ആംഗ്രി ഓർ എന്താ പറയുക, കംപ്ലെയിൻ അബൌട്ട് തിങ്സ്. അതാണ് അപ്പ് ഇൻ ആംസ് നമ്മൾ പഠിച്ചിരുന്നു. ആൻഡ് ഈ പ്രൊട്ടസ്റ്റിന് ഏറ്റവും ക്രോറിൽ ഏറ്റവും ഇതിൽ പീക്കിൽ ചെന്ന് പാടുവാണെങ്കിൽ ഇസ് എ ഫിയർ ഓഫ് എ ഷിഫ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ പവർ ടു ജമ്മു റീജിയൻ. ഏറ്റവും പ്രശ്നം എന്താ ഇവിടെ ഇവർ പറയുന്നത്, ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം പേടി എന്താ? ഒരു ഷിഫ്റ്റ് വരും. ദർ ഇസ് എ ഫിയർ, ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഫിയർ എന്താ? ഫിയർ ഓഫ് ദ ഷിഫ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ പവർ ടു ജമ്മു റീജിയൻ. ജമ്മു റീജിയനിലേക്ക് പൊളിറ്റിക്കൽ പവർ ഷിഫ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയാണ് ഈ പ്രശ്നത്തിൻ്റെ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, എന്നാൽ കമ്മീഷൻ സജസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്, 6 അഡീഷണൽ അസംബ്ലി സെഗ്മെന്റ്സ് ജമ്മുവിൽ സജസ്റ്റ് ചെയ്യുവാണ്. സജസ്റ്റ് ചെയ്തേക്കുന്നത് എന്താണ്? 6 അഡീഷണൽ അസംബ്ലി സെഗ്മെന്റ്സ്. ഓക്കെ, പുതിയതായിട്ട് 6 അഡീഷണൽ സെഗ്മെന്റ്സ് ജമ്മുവിൽ, അതായത് ഫ്രം 37 to 43. ഓക്കെ, 37 നിന്ന് 43 ആക്കും ഇപ്പോൾ. അതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. 6 എണ്ണം കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നു 37 നിന്ന് 43 കേട്ടോ അസംബ്ലി സെഗ്മെന്റ്സ് കൊണ്ടുവരുന്നു. ആൻഡ് ഒരെണ്ണം വാലിയിൽ ആൻഡ് 1 ഇൻ ദി വാലിയിൽ ഒരെണ്ണം. അതായത് വാലിയിൽ ഒരെണ്ണം എന്ന് പറയുമ്പോൾ 46 നിന്ന് 47 മാറ്റി അങ്ങനെ. അപ്പോൾ അഡീഷണൽ അസംബ്ലി സെഗ്മെന്റ് കൊണ്ടുവരുന്ന എത്ര എണ്ണമാണ്? ജമ്മുവിൽ 6 എണ്ണം കൊണ്ടുവരുന്നു, അതായത് 37 നിന്ന് 43 ആവുന്നു. കാശ്മീർ വാലിയിൽ എത്ര വരുന്നു? ഒരെണ്ണം കൊണ്ടുവരുന്നു, അപ്പോൾ 46 നിന്ന് 47 ആവുന്നു. അപ്പോൾ ദ പൊളിറ്റിക്കൽ മാപ്പ് റീഡ്രോൺ ചെയ്യുവാണ്. ഓക്കെ, റീഡ്രോൺ ചെയ്യുന്നു, നോട്ട് എൻറ്റയർലി ഓൺ ദ കൺസിഡറേഷൻസ് ഓഫ് പോപ്പുലേഷൻ സ്പ്രെഡ്. അതാണ് പ്രശ്നം. അപ്പോൾ റീഡ്രോ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ യു ഹാവ് ടു കൺസിഡർ ദ ഡെമോഗ്രഫി, അല്ലേ? പോപ്പുലേഷൻ സ്പ്രെഡ് നോക്കുക, എല്ലായിടത്തുള്ള ആൾക്കാരുടെ കാര്യം കൂടെ നോക്കുക, എന്നിട്ട് ആൾക്കാരുടെ പോപ്പുലേഷന്റെ ബേസിസ് ചെയ്തിട്ട് യു ക്യാൻ റീഡ്രോ ദാറ്റ് എന്നാണ് ഓതർ പറയുന്നത്. അഡീഷണൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആർ ബീങ് പ്രപ്പോസ്ഡ് based also on factors of inadequate communication and lack of public conveniences due to their excessive remoteness or inhospitable conditions on international border.
Such considerations may have been applied in earlier instances too. But what makes the present situation unique is the shift of political power from the Muslim region to the Hindu region, and the fact that it comes after the reorganization of the erstwhile Jammu and Kashmir state into 2 union territories and the controversial elimination of its special constitutional status. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, കാശ്മീരിലെ പ്രശ്നം വന്നപ്പോൾ ഓർമ്മയുണ്ടാവും, നമ്മൾ പുതിയ അതിലെ CAA ഒക്കെ ഭാഗമായിട്ട് സ്പെഷ്യൽ സ്റ്റേറ്റസ് അവരുടെ എടുത്ത് മാറ്റിയിരുന്നു, ഓർമ്മയുണ്ടാവും. സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതും റിലേറ്റഡ് ആണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാര്യം നമ്മൾ പോയിന്റ് പഠിക്കുമ്പോൾ അടുത്ത essay വരുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക് ഒരു പുതിയൊരു പ്രൊവിഷൻ നമ്മുടെ പാർലമെന്റ് കൊണ്ടുവരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോളിസി അവർ മേക്ക് ചെയ്യുകയാണെങ്കിൽ അത് essayയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോഴാണ് അതിന് ഒരു ഫുൾഫിൽമെന്റ് വരിക, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആവും. യു ക്യാൻ മേക്ക് ഇറ്റ് കോംപ്ലിമെന്റ് ഓർ കംപ്ലീറ്റ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ വന്നേക്കുന്ന കാശ്മീർ വാലിയിൽ 46-ൽ നിന്ന് 47 ഒരു അസംബ്ലി ഇത് കൂട്ടുമ്പോഴും, എന്നാൽ 37-ൽ നിന്ന് 46 ആക്കുമ്പോൾ അവിടെ 6 കൂട്ടുമ്പോഴും ചെയ്യുമ്പോൾ വരുന്ന എന്താ വെച്ചാൽ പൊളിറ്റിക്കൽ സ്പ്രെഡിന്റെ ബേസിസിൽ, ഓൺ ദ ബേസിസിൽ അല്ല ഇത് നടക്കുന്നതെന്നാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇവർ ഈ പറഞ്ഞ അഡീഷണൽ കോൺസ്റ്റിറ്റ്യുവൻസി പ്രപ്പോസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒന്നും എടുക്കുന്നില്ല. ഇനാഡിക്വേറ്റ് അത് ഇനാഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. മര്യാദയ്ക്ക് പ്രോപ്പറായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് സഫീഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ. ഇനാഡിക്വേറ്റ് എന്ന് പറഞ്ഞാൽ സഫീഷ്യന്റ് ആയിട്ടുള്ള വേണ്ട അത്രയും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല ഒന്ന്. ആൻഡ് അതുപോലെ അടുത്ത പ്രോബ്ലം എന്താ, ലാക്ക് ഓഫ് പബ്ലിക് കൺവീനിയൻസസ്. പബ്ലിക് കൺവീനിയൻസ് നടക്കുന്നത് പബ്ലിക്കിന് വേണ്ട, പബ്ലിക് ഗുഡ്, പബ്ലിക് കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് ആവശ്യമുള്ള കാര്യങ്ങൾ, ബെനിഫിറ്റ്സ് അവിടെ നടക്കുന്നില്ല, ആവശ്യം നടക്കുന്നില്ല. അതും അവിടെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടത്? ഡ്യൂ ടു ദർ എക്സസീവ് റിമോട്ട്നെസ് ആൻഡ് ഇൻഹോസ്പിറ്റബിൾ കണ്ടീഷൻ. കാര്യം കാശ്മീരിനെ പറ്റി എടുക്കുവാണെങ്കിൽ എപ്പോഴും ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് കാശ്മീരിൽ ഏറ്റവും പ്രശ്നം വരാൻ കാര്യം, അത് എപ്പോഴും പലയിടത്തു നിന്നും വിട്ടു നിൽക്കുവാണ്. ഒരു ഇൻഹോസ്പിറ്റബിൾ നേച്ചറാണ് എപ്പോഴും അതിൽ മൊത്തത്തിൽ. നിങ്ങൾക്കറിയാം കാശ്മീർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാറ്റിക് ഇതാണ്. കാര്യം ബിക്കോസ് ഓഫ് ദ ഇന്റർനാഷണൽ ബോർഡർ. എപ്പോഴും ഒരു ഇന്റർനാഷണൽ ബോർഡർ നിൽക്കുന്നതുകൊണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എപ്പോഴും ചകടയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ പ്രോപ്പർ കൺവീനിയൻസ് ഇല്ലാത്തതുകൊണ്ട് ലാക്ക് ഓഫ് പബ്ലിക് കൺവീനിയൻസ് ഒരു പ്രോബ്ലമാണ്. ഇനാഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോബ്ലമാണ്. അതൊന്നും ഇല്ലാതെ നമ്മളൊരു അഡീഷണൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് കൊണ്ടുവരിക, എന്തെങ്കിലും ഒരു ചെറിയൊരു പോളിസി കൊണ്ടുവരാണെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും കാശ്മീരിൽ വരാൻ പോകുന്നത്. Such consideration may have been applied in early instances too. പഴയ ഇൻസ്റ്റൻസ് എടുത്ത് നോക്കിയാലും നമുക്ക് അത് തന്നെ മനസ്സിലാവും. കാര്യം എന്താ വെച്ചാൽ, ബട്ട് വാട്ട് മേക്സ് ദ പ്രസന്റ് സിറ്റുവേഷൻ യുണീക്ക്, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ യുണീക്കായിട്ട് ഡിഫറെൻ്റ് ആക്കി അതിനെ മാറ്റുന്നത്, യുണീക്ക് ആക്കുക ഇറ്റ്സ് ഡിഫറെൻറ്റ്, ഇറ്റ്സ് മേക്കിംഗ് ഇറ്റ് എ ലിറ്റിൽ ഡിഫറെൻ്റ് ആക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഷിഫ്റ്റ് ദ പൊളിറ്റിക്കൽ പവർ ഫ്രം, ശ്രദ്ധിക്കണേ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്, ഇവിടുത്തെ നമ്മുടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഷിഫ്റ്റ് പൊളിറ്റിക്കൽ പവർ ഫ്രം മുസ്ലിം റീജിയൻ ടു ഹിന്ദു റീജിയൻ. ഷിഫ്റ്റ് പൊളിറ്റിക്കൽ പവർ ഇത്ര നാളും ഉള്ളത് മുസ്ലിം റീജിയനിലായിരുന്നു. ആ റീജിയനിൽ നിന്ന് ഇപ്പോൾ ഹിന്ദു റീജിയനിലോട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം വന്നേക്കുന്നത്. ആൻഡ് അടുത്ത ഫാക്ട് എന്ന് വെച്ചാൽ, ഇറ്റ് കംസ് ആഫ്റ്റർ ദ റീഓർഗനൈസേഷൻ ഓഫ് JNK സ്റ്റേറ്റ്. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ JNK സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടായിരിക്കും റീഓർഗനൈസ് ചെയ്ത് എങ്ങനെയാണ്? ഒന്ന് രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് അവയെ സ്പ്ലിറ്റ് ചെയ്തു. JNK സ്റ്റേറ്റിന് നമ്മൾ ഇത് പഴയ ഫോർമർ JNK സ്റ്റേറ്റിനെ, ജമ്മു ആൻഡ് കാശ്മീരിനെ നമ്മൾ മാറ്റി 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറ്റി. അങ്ങനെ ഒരു റീഓർഗനൈസേഷൻ പ്രോസസ് നടന്നു. ആൻഡ് ഒരു വലിയ കോൺട്രവേഴ്ഷ്യൽ എലിമിനേഷൻ നടന്നു. എന്തിൻ്റെ എലിമിനേഷനാ? സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് മാറ്റിയിരുന്നു അതിൻ്റെ, അല്ലേ? സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് അതിൻ്റെ മാറ്റിയിരുന്നു. അതും ഒരു പ്രോബ്ലം ആയിട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഷിഫ്റ്റ് പൊളിറ്റിക്കൽ പവർ മുസ്ലിം റീജിയനിൽ നിന്ന് ഹിന്ദു റീജിയനിലോട്ട് ആക്കുമ്പോഴുള്ള ആ പ്രോബ്ലം ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് ഫാക്ടറായിട്ട് നിൽക്കുന്നതെന്നാണ് ഓതർ പറയുന്നത്. ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ അല്ലേ? erstwhile എന്ന് പറഞ്ഞാൽ ഫോർമർ എന്നാണ് കേട്ടോ അർത്ഥം. നേരത്തെ, പ്രയർ, ഫോർമർ എന്നാണ് കേട്ടോ വിനീത്. ഓക്കെ, അടുത്തത് ഇൻ 2019. അപ്പോൾ ഇത് എന്നാ നടന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റിയത് ഓർമ്മയുണ്ടോ? 2019 എടുത്ത് മാറ്റിയത്. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. വർഷങ്ങൾ പൊക്കോണ്ടിരിക്കുവാണ്. ഹിയർ കംസ് എ ന്യൂ ഇയർ. ഓർത്തിരിക്കാതെ കണ്ണ് തുറന്നപ്പോഴേക്കും അടുത്ത ന്യൂ ഇയർ എത്തി. 2022 നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവാണ്. ഓക്കെ, യെസ്. അപ്പോൾ 6 ദിവസം കൂടെ 7 ദിവസം കൂടെ ഒക്കെ നോക്കാം. 1 week, just a week, that's it. The commission was constituted on March 6, 2020 by virtue of the Parliament Act under the provision of Part 5 of the Jammu and Kashmir Reorganization Act 2019. It was mandated to redraw and delineate 7 additional assembly segments to the 83-member Legislative Assembly of the UT. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്. ഇനി നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതെന്താ പറഞ്ഞത്? അപ്പോൾ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നാണ്? മാർച്ച് 6 തീയതി 2020 മാർച്ച് 6 തീയതിയാണ് ഈ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തത്. എന്തിനു വേണ്ടിട്ടാ? പാർലമെന്ററി ആക്ടിന്റെ വിർച്യൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താ? പ്രൊവിഷൻ 5 അനുസരിച്ച് പാർലമെന്ററി ആക്ടിലെ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ആണ് പൊളിച്ച് പഠിക്കുന്ന പിള്ളേർ, അപ്പോൾ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. പാർലമെന്ററി ആക്ടിന്റെ പ്രൊവിഷന് വേണ്ടിയിട്ട്, അതായത് പാർട്ട് 5 പറയുന്നുണ്ട്,
ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് നടന്നായിരുന്നു 2019. ഇപ്പം നമ്മൾ പറഞ്ഞ 2009 റീഓർഗനൈസേഷൻ ആക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് എടുത്ത് മാറ്റിയത്, റീഓർഗനൈസ് ചെയ്ത് യൂണിയൻ ടെറിട്ടറി മാറ്റി അതിൻ്റെ സ്റ്റേറ്റസ് എടുത്ത് മാറ്റി അത്. അപ്പോൾ അതനുസരിച്ചാണ് ഈ പരിപാടി വന്നേക്കുന്നത്. ആൻഡ് അതിൽ കൃത്യമായിട്ട് മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഓതറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് അപ്രൂവ്ഡ് ടു റീഡ്രോ ചെയ്യാം ആൻഡ് ഡീലിനേറ്റ് ചെയ്യാം. ഡീലിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്ക്രൈബ് ചെയ്യാം അല്ലേ, ഡിസ്ക്രൈബ് ചെയ്യാം, സ്പെസിഫൈ ചെയ്യാം അല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഡിസ്ക്രൈബ് ചെയ്യാം, ഡെപ്പിക്റ്റ് ചെയ്യാം ഓർ ഡിസ്ക്രൈബ് ചെയ്യാം. റീഡ്രോ ആൻഡ് ഡെപ്പിക്റ്റ് 7 അഡീഷണൽ കോൺസ്റ്റിറ്റ്യുവൻസി സെഗ്മെന്റ്സ്, 7 അഡീഷണൽ കോൺസ്റ്റിറ്റ്യുവൻസി സെഗ്മെന്റുകളെ കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്നു. ടു 83 മെമ്പർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ UT. 83 ലെജിസ്ലേറ്റീവ് മെമ്പറുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി UTയിലേക്ക് 7 അഡീഷണൽ അസംബ്ലിനെ കൊണ്ടുവരാൻ പറ്റും എന്ന് അവിടെ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അതാണിപ്പം നടപ്പാക്കാൻ പോകുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം അല്ലേ, നമുക്ക് പോവാം. യെസ്, ഓൾ റൈറ്റ്. പിങ്ക്മാൻ, ഐ എം സോ സോറി, October 31st ആണോ എന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല, ബട്ട് 2019 ആണെന്നുള്ള ഓർമ്മ എനിക്കുണ്ട്. ഐ എം എ ലിറ്റിൽ എന്താ പറയുക, നോട്ട് അക്വൈൻറ്റഡ് വിത്ത് ഡേറ്റ്സ് കേട്ടോ. ഡേറ്റ്സ് വെച്ചിട്ട് എനിക്ക് അത്ര ഒരു ഓർമ്മയുള്ള ആളല്ല, ബട്ട് ഇയേഴ്സ് ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് ഓർത്തിരിക്കാറുണ്ട്. The commission has also suggested reserving 7 seats for scheduled caste Hindus that mainly populate the Samba Kantwa Jammu Udhampur belt, and for the first time ever earmarking 9 seats for scheduled tribes, which is likely to benefit the Rajouri Poonch belt with the highest concentration of STs, mainly non-Kashmiri speaking Muslims. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്. ഇനി നമുക്കതിൻ്റെ പോപ്പുലേഷനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ഡെമോഗ്രഫിയിലോട്ട് പോകാം നമുക്കതിൻ്റെ. അപ്പോൾ ഈ കമ്മീഷൻ പറഞ്ഞു, സജസ്റ്റ് ചെയ്തിട്ടുണ്ട് റിസർവിങ് 7 സീറ്റ്സ്, 7 സീറ്റ് റിസർവ് ചെയ്തേക്കാം. റിസർവിംഗ് ആണ്. എത്ര സീറ്റ്സ് ആണ്? 7 സീറ്റ്. 7 സീറ്റ് റിസർവ് ചെയ്തേക്കാണ്. ആർക്കാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റിന്, SCക്ക്, ഹിന്ദു SCക്ക് നമ്മൾ 7 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യം അവർ മെയിൻലി പോപ്പുലേറ്റ് ചെയ്തേക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സംബ കാന്ത്വ ജമ്മു ഉത്തംപൂർ ബെൽറ്റ് ആണ്, അവിടെ റീജിയനിൽ കേട്ടോ. ഈ റീജിയനിലെ ഈ റീജിയനിൽ കൂടുതലുള്ള ഹിന്ദുസിന്റെ റിസർവേഷൻ അനുസരിച്ച് SCസിന്, ഹിന്ദു SCസിന്, ഷെഡ്യൂൾഡ് കാസ്റ്റിന് 7 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആദ്യമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് വരുന്നു, ഇയർമാർക്ക് ചെയ്യുന്നു, കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്യുന്നു. 9 സീറ്റ്സ്, 9 സീറ്റ് കൊടുക്കുകയാണ്. ആർക്കാണ്? ഷെഡ്യൂൾഡ് ട്രൈബ്സിന്. ഒന്ന് പറയുന്നു 7 സീറ്റ്സ് ഇവർക്കും, ഇനി കൊടുക്കുന്ന ഷെഡ്യൂൾഡ് ട്രൈബ്സിന് കൊടുക്കുന്നുണ്ട്. എത്ര സീറ്റ്സ് ആണ്? ഈ പറയുന്ന 9 സീറ്റ്സ് കൊടുക്കുന്നു. അവരെവിടെയാണ്? അത് ആർക്കാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? രജോറി പൂഞ്ച് ബെൽറ്റിലുള്ളവർക്കാണ് കേട്ടോ ഇത് ബെനിഫിറ്റ് ചെയ്യുക. ഓർത്ത് വെച്ചോണേ, ഇത് നിങ്ങളതൊന്ന് ഓർത്ത് വെക്കുക. അപ്പം 9 സീറ്റ്സ് കൊടുക്കുന്നു ഷെഡ്യൂൾഡ് ട്രൈബ്സിന്, STക്ക്. ഓക്കെ, കുരിശല്ലേ ഇത്, T തന്നെയാണ്. ഓക്കെ, SCസിനും STസിനും. ഓക്കെ, അപ്പോൾ SCക്ക് 7ഉം STക്ക് 9ഉം. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഇത് നടക്കുന്നത്. ആൻഡ് ദേ ആർ ദ ഹയസ്റ്റ് കോൺസെൻട്രേഷൻ. അവിടെയാണ് രജോറി പൂഞ്ച് ബെൽറ്റിലാണ് ഏറ്റവും കൂടുതൽ STs ഉള്ളത്. ഓക്കെ, അപ്പം മെയിൻലി അവരേതാണ്? നോൺ കശ്മീരി സ്പീക്കിംഗ് മുസ്ലിംസ് ആണ്. അവർ കശ്മീരി സംസാരിക്കാത്ത നോൺ കശ്മീരി സ്പീക്കിംഗ് മുസ്ലിംസ് ആണ് കേട്ടോ ആ STs ഒക്കെ. അപ്പോൾ അവർക്കാണ് ഈ പറയുന്ന 9 സീറ്റ്സ് റിസർവ് ചെയ്തേക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഇസ് ഡീറ്റെയിൽസ്. അപ്പോൾ ഡെമോഗ്രഫി ഡീറ്റെയിൽസിലോട്ട് പോയി നമ്മൾ. ദെൻ മൂവിങ് ഓൺ, ദിസ് കമ്മീഷൻ, the commission is yet to reveal the names of the districts where these seats have been carved out and the SC or ST reservations earmarked and methodology. If population is the sole criterion, then the seat share for the valley with a population of 68.8 lakh, it is 2021 census അനുസരിച്ച്, would stand at 51 and Jammu region with 53.5 lakh population at 39. The allocation seems to enhance electoral prospects of the Jammu-based parties at the cost of the Kashmir-based ones. Valley parties have opposed the draft as unacceptable and divisive and question its legality. There is a national freeze on. അപ്പോൾ പറഞ്ഞതാണ്, ഇപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഡീറ്റെയിൽ അനുസരിച്ച് അപ്പോൾ ഇതെല്ലാം നല്ല കാര്യമാണ് അല്ലേ. 7 സീറ്റ് SCക്ക് കൊടുക്കുന്നു, 9 സീറ്റ് STക്ക് കൊടുക്കുന്നു, ഒക്കെ നല്ലതാണ്. പക്ഷേ ഇപ്പോഴും ഇസ് യെറ്റ് ടു റിവീൽ, ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല നെയിംസ് ഓഫ് ദ ഡിസ്ട്രിക്ട്സിന്റെ നെയിം ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഏതാണ് ഇത് കാവ് ചെയ്യുന്നത്? ഈ പറയുന്ന കൊടുക്കുന്ന അല്ലെ, ഈ പറയുന്ന ഇത് എന്താണ് റിസർവേഷൻ സീറ്റ്സ് SCക്കും STക്കും കൊടുക്കുന്ന റിസർവേഷനെ പറ്റി ഏതൊക്കെ ഡിസ്ട്രിക്ട്സിലാണെന്നുള്ളത് ഇതുവരെ റിവീൽ ചെയ്യപ്പെട്ടില്ല. ആൻഡ് ഈ പറഞ്ഞ ഇതിന്റെ റിസർവേഷൻ SC/ST റിസർവേഷന്റെ ഇയർമാർക്സിനെ പറ്റിയോ മെത്തഡോളജി എവിടെയൊക്കെ ഇയർമാർക്ക് ചെയ്തു എന്നോ അല്ലെങ്കിൽ മെത്തഡോളജി എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും അവർ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല, കമ്മീഷൻ റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇനി പോപ്പുലേഷൻ മാത്രമാണ് നമ്മുടെ ഒരേ ഒരു ക്രൈറ്റീരിയൻ, നമ്മുടെ ഒരേ ഒരു അളവുകോല് എന്ന് പറയുന്നത്. സോൾ എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്രൈറ്റീരിയൻ അല്ലെ, സിംഗിൾ. അപ്പോൾ സോൾ ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. സോൾലി എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോൾലി കേട്ടിട്ടുണ്ടായിരിക്കും. സോൾലി എന്ന് പറഞ്ഞാൽ
ഓൺലി എന്നൊക്കെ സോൺലി എന്ന് പറയുമ്പോൾ നമ്മളത് അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കുക. ഓൺലി അല്ല ഉപയോഗിക്കുന്ന അഡ്വേർബ് യൂസേജ് ആണ് കേട്ടോ സോൺലി. ഓൺലി ഉപയോഗിക്കുന്ന അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കുന്നത്. യെസ് ആൻഡ് ഓൺലി അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക, അഡ്വേർബ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാതെ, അത് വേറെ കാര്യം. അപ്പോൾ അതൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നതാണ് പോപ്പുലേഷൻ മാത്രമാണ് നമ്മൾ ക്രൈറ്റീരിയൻ ആയിട്ട് എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ വാലിയുടെ സീറ്റ് ഷെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ വാലിയുടെ പോപ്പുലേഷൻ എടുത്ത് നോക്കിയേ 68.8 lakh ആണ്. 2011 സെൻസസ് അടക്കം 68.8 ലക്ഷമാണ് സെൻസസ് അനുസരിച്ചുള്ള പോപ്പുലേഷൻ നിരക്ക്. ആൻഡ് അപ്പോൾ അത് എത്ര വരും? 51 നിൽക്കും. ജമ്മുവിലെ റീജിയൻ എടുക്കുവാണെങ്കിലോ അവരുടെ പോപ്പുലേഷൻ റേറ്റ് 53.5 ആണ് പോപ്പുലേഷൻ. അപ്പോൾ അത് എത്ര വരണം? 39 നിൽക്കേണ്ടത്. പക്ഷെ ഇപ്പം നിൽക്കുന്ന പോപ്പുലേഷൻ്റെ ബേസിസിലാണോ? ഇപ്പം നമ്മൾ കണ്ട കണക്ക് അനുസരിച്ച് പോപ്പുലേഷൻ്റെ ബേസിസിലാണോ? കണക്കൊന്ന് നോക്കിയേ 39 51 നിൽക്കേണ്ടത് അനുസരിച്ച്. പക്ഷെ അവിടെ വന്ന മാറ്റം കണ്ടോ? 47 and 47 അല്ലേ വന്നേക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ആൻഡ് ദ അലൊക്കേഷൻ സീംസ് ടു എൻഹാൻസ് ഇലക്ട്രൽ പ്രോസ്പെക്ട്സ്. അപ്പോൾ എൻഹാൻസ് ചെയ്യണം ഇലക്ട്രൽ പ്രോസ്പെക്ട്സിലാണ് ഇതിനെ നോക്കുന്നത്. ജമ്മു പാർട്ടി ബേസ്ഡ് പാർട്ടീസ് ആൻഡ് അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് കാശ്മീർ ബേസ്ഡ് വൺ, അതിൻ്റെ ബേസിസിലാണ് നോക്കുന്നത്. ഇലക്ട്രൽ ഇതിൽ വോട്ടിംഗ് ഒക്കെ വരുമല്ലേ, അതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നോക്കാം ഈ പറയുന്ന വാലിയിലെ പാർട്ടീസ്, ഇപ്പോൾ പറഞ്ഞല്ലോ റീജിയണൽ പാർട്ടീസ് ഒക്കെ ദേ വർ അപ്പ് ഇൻ ആംസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രാഫ്റ്റ് ദേ ഒപ്പോസ് ദ ഡ്രാഫ്റ്റ്. ഈ ഡ്രാഫ്റ്റിനോട്, ഈ കമ്മീഷൻ ഒപ്പോസ് ചെയ്ത ഡ്രാഫ്റ്റിനോട് അവർ എതിരാണ്. കാര്യം അവർ പറയുന്നു ദിസ് ഇസ് അൺഅക്സെപ്റ്റബിൾ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആൻഡ് ഡിവിസീവ് ആണ് എന്നാണ് അവർ പറയുന്നത്. ദാറ്റ് ഈസ് പറ്റില്ല, ഞങ്ങൾക്ക് അത് എന്താ പറയുക, ഇറ്റ്സ് എലിനേറ്റിംഗ്, ഞങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ്. ആൻഡ് ദേ ഓൾസോ ക്വസ്റ്റ്യൻ ഇറ്റ്സ് ലീഗാലിറ്റി. ഇതിൻ്റെ ലീഗാലിറ്റി, ഇതിൻ്റെ ഒരു ലെജിറ്റ് ആണോ ഇത്, ഇസ് ഇറ്റ് ലെജിറ്റ് എന്നുള്ളതാണ്, നിയമപരമായിട്ടാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരെ അവർ നടത്തിയിട്ടുണ്ട്. ആൻഡ് ദർസ് എ നാഷണൽ ഫ്രീസ് ഓൺ ഡീലിമിറ്റേഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചാലഞ്ച് ടു ദ JNK Reorganization Act 2019 is still pending before the Supreme Court. The situation in Ladakh, which was carved out in 2019 as a union territory without a legislature, is also comparable. Political groups are demanding statehood and special constitutional guarantees on land, jobs, demography, and culture. Continuing arbitrariness and heavy landed measures to repurpose the policies of JNK may appear successful momentarily, but that may not be sustainable route. A democratic path will necessarily involve more conversations and accommodative measures. അപ്പോൾ ഓദർ പറഞ്ഞ കാര്യത്തിൽ തന്നെ വീണ്ടും സമർപ്പിയാണ്. അപ്പോൾ ഇതാണ് പറഞ്ഞു വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഒരു നാഷണൽ ഫ്രീസ് നടന്നു, ഡീലിമിറ്റേഷൻ നടന്നു ഞാൻ പറഞ്ഞില്ലേ. ലിമിറ്റ് ചെയ്യണം, അവർ ഫ്രീഡം ലിമിറ്റ് ചെയ്യുന്നു, ആ ലിമിറ്റേഷൻ അവർക്ക് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നു, അതിനൊരു ഫ്രീസ് നടക്കത്തേക്കും, അത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണ്. ആ ഡീലിമിറ്റേഷൻ ഇപ്പോഴും പ്രാക്ടിക്കലി ഇതാക്കിയിട്ടില്ല സുപ്രീം കോർട്ട്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ചാലഞ്ച് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ റീഓർഗനൈസേഷൻ ആക്ടിൻ്റെ കാര്യവും അത് പെൻഡിങ് ആ സുപ്രീം കോർട്ടിൻ്റെ മുമ്പിൽ. ഇതുവരെ നമ്മളതിനെ ഇതാക്കിയിട്ടില്ല, ഓതറൈസ് ചെയ്ത് വന്നിട്ടില്ല. ആൻഡ് ലഡാക്കിലെ സിറ്റുവേഷൻ ലഡാക്ക് നിങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറയുന്ന സിറ്റുവേഷൻ എടുത്തു നോക്കുവാണെങ്കിൽ ലഡാക്കിനെ ഒരു യൂണിയൻ ടെറിട്ടറിയായിട്ടുമായി ലെജിസ്ലേച്ചർ പോലും ഇല്ലാതെയാണ് 2019 ഒരു യൂണിയൻ ടെറിട്ടറിയായിട്ട് അത് മാറ്റി, ഈ നമ്മുടെ ആക്ട് അനുസരിച്ച്, ആക്ടിൻ്റെ പരമായിട്ട്. അപ്പോൾ അത് ഇതുവരെയും അതൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമാണ്. അത് ലഡാക്കിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ലഡാക്കിനെ യൂണിയൻ ടെറിട്ടറിയായിട്ട് മാറ്റിയത് ഒരു ലെജിസ്ലേച്ചർ പോലും ഇല്ലാതെയാണ് അപ്പോൾ 2019 കേട്ടോ. അപ്പോൾ അത് 2 വർഷമായല്ലോ ഇപ്പോൾ. അപ്പോൾ അതും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കൊരു സ്റ്റേറ്റ്ഹുഡ് വേണം, വി നീഡ് എ സ്റ്റേറ്റ്ഹുഡ്, സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടീസ് ഓൺ, ഞങ്ങൾക്ക് ഗ്യാരണ്ടി വേണം, ഞങ്ങൾക്ക് ഉറപ്പ് തരിക, ഗിവ് എസ് എ ഉറപ്പ്, അല്ലേ? ഉറപ്പ് എന്തിനു വേണ്ട? ലാൻഡ്, ജോബ്, ഡെമോഗ്രഫി, കൾച്ചർ, ഇതിൻ്റെയൊക്കെ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്റ്റേറ്റ്ഹുഡ് വേണം, വി നീഡ് എ സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ, ഞങ്ങൾക്ക് ഗ്യാരണ്ടീസ് വേണം, ജോബ്, ലാൻഡ്, ഡെമോഗ്രഫി, കൾച്ചറിൻ്റെ ഒക്കെ ബേസ് ചെയ്തില്ല എന്നൊക്കെ അവർ പറയുന്നു, പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ദ പ്രക്ഷോഭം ഇപ്പോൾ നടക്കുന്ന പ്രൊട്ടസ്റ്റ് അതാണ്. ആൻഡ് ഈ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഒരു ആർബിട്രറിനെസ് എടുക്കുവാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മെഷേഴ്സ് അവിടെ ഇവിടെ ഇല്ലാത്തൊരു പെട്ടെന്ന് എടുത്തുള്ള മെഷർ, ആർബിട്രറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തുകൊടുക്കുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ പറയുന്ന പൊളിറ്റിക്സ് നമ്മൾ മൊത്തത്തിൽ ഇതിൻ്റെ ജമ്മു ആൻഡ് കാശ്മീർ പൊളിറ്റിക്സ് പെട്ടെന്ന് മാറ്റാന്ന് പറഞ്ഞാൽ ഉടനടി നോക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് അപ്പിയർ ടു ബി സക്സസ്ഫുൾ ആണ്, ട്രയംഫ് ഉണ്ട്, ഒക്കെയാണ്. പക്ഷേ അത് വെറും മൊമെൻ്ററി ആണ്, നൈമിഷികമാണ്, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഓക്കെ, മൊമെൻ്ററിലി എന്ന് പറഞ്ഞാൽ ടെമ്പററിലി മാത്രം നടക്കുന്ന കാര്യമാണ്, കുറച്ച് നേരത്തേക്കാണ്, എപ്പോഴും അല്ല. യു ഹാവ് ടു മേക്ക് ഇറ്റ് മോർ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ സസ്റ്റൈനബിൾ റൂട്ട്. അതൊരു സസ്റ്റൈനബിൾ റൂട്ടല്ല. നമ്മൾ പഴയ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും വരാൻ പോകുന്ന ജനറേഷനും എല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സസ്റ്റൈനബിൾ രീതിയിലുള്ള കാര്യം അല്ല ഇത് എന്നാണ് പറയുന്നത്.
അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഡെമോക്രാറ്റിക് പാത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇഫ് യു ആർ മനുഷ്യർക്ക് വേണ്ടി, പീപ്പിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നോക്കുന്നതെങ്കിൽ, ഇറ്റ് മസ്റ്റ് ഹാവ് മോർ കോൺവെർസേഷൻസ്. കൂടുതൽ എന്താ വേണ്ടത്? കോൺവെർസേഷൻസ് വരട്ടെ, കമ്മ്യൂണിക്കേഷൻ വരട്ടെ, അല്ലേ, ചർച്ചകൾ വരട്ടെ, ആൻഡ് അക്കോമഡേറ്റീവ് മെഷേഴ്സ് വേണം. അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചുള്ള അക്കോമഡേറ്റീവ് മെഷേഴ്സും കൂടെ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു ടോണാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. ആർട്ടിക്കിളിലെ ടോണ് അനലിറ്റിക്കൽ ആണ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കിതിനെ ക്രിട്ടിക്കൽ ടോൺ കൂടെ അതിൽ പറയാം. ഇറ്റ് ഈസ് ഓൾസോ ക്രിട്ടിക്കൽ, എ ലിറ്റിൽ ക്രിട്ടിക്കൽ, അല്ലെ, വാർണിംഗ് കൊണ്ടുവരുന്നുണ്ട്. ഇറ്റ്സ് എ ലിറ്റിൽ ക്രിട്ടിക്കൽ ആസ് വെൽ. അപ്പോൾ അനലിറ്റിക്കൽ ആണ് ആൻഡ് ക്രിട്ടിക്കൽ ആസ് വെൽ, കേട്ടോ. അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ക്രിട്ടിക്കൽ എന്ന് വേണ്ട, ഇറ്റ്സ് നോട്ട് ക്രിട്ടിക്കൽ, യു ക്യാൻ സജസ്റ്റീവ്, ഒരു സജസ്റ്റീവ് ടോൺ കൊണ്ടുവരുന്നുണ്ട്. സജസ്റ്റീവ്, അത് അദ്ദേഹം തന്നെ തുടക്കത്തിൽ ഒരു സജസ്റ്റീവ് ടോണിലോട്ടാണ് കൊണ്ടുവരുന്നത്. അനലിറ്റിക്കൽ ആസ് വെൽ എസ് സജസ്റ്റീവ് ടോണിൽ കൊണ്ടുവരുന്ന ഒരു ആർട്ടിക്കിളാണ് ഇന്ന്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ പിങ്മാൻ, ഓക്കെ. അപ്പോൾ 2019 October 31 ആണെന്ന് പിങ്മാൻ ഉറപ്പ് പറഞ്ഞു. ഗുഡ് ഫോർ യു. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ക്ലിയർ ആണല്ലോ. നമുക്ക് ഇന്നലത്തെ സ്പോട്ട് ദ എററിലോട്ട് പോയാലോ? ഗിവ് മീ എ തംസ് അപ്പ്. മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ, എന്നിട്ട് നമുക്ക് സ്പോട്ട് ദ എററിലോട്ട് പോകാം കേട്ടോ. ഓൾ റൈറ്റ്, ലെറ്റ്സ് സീ. അപ്പോൾ നോക്കിയേ, 23-ാം തീയതി ഇന്നലത്തെ നമ്മുടെ സ്പോട്ട് ദ എറർ ക്വസ്റ്റൻ ആണ്. ദിസ് പ്രാക്ടീസ് ഹാസ് ബീൻ ബാൻഡ് ഇൻ ശ്രീലങ്ക ആൻഡ് ദർ ഹാവ് ബീൻ അജിറ്റേഷൻസ് ഫോർ സ്ട്രിഞ്ചന്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ ലോ. നോക്കിക്കേ, this practice has been banned in Sri Lanka and there have been agitations for stringent enforcement of the law. പറയൂ. ഓക്കെ, പറയൂ. ഇവിടെ ഏതാണ്? എവിടെയാണ് നമ്മുടെ സ്പോട്ട് എറർ പറഞ്ഞേ? ഇവിടുത്തെ എറർ ഏതാണെന്ന്? പോരട്ടെ, ആൻസർ പോരട്ടെ. മനസ്സിലായി എവിടെയാണ് ഇതിന്റെ എറർ വരിക? ദിസ് പ്രാക്ടീസ് ഹാസ് ബീൻ ബാൻഡ് ഇൻ ശ്രീലങ്ക. ശ്രീലങ്കയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. And there have been agitations for stringent enforcement of the law. Yes, പോരട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞാണ് പ്രാക്ടീസ് എന്ന് പറയുന്ന വേർബും ഉണ്ട്, നൗണും ഉണ്ട്. എസ് വന്നാൽ വേർബാണ്, പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന നൗൺ ആണ്. അപ്പൊ എന്ത് വരണം? സി വരണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഹാസ് ബീൻ ആണ്, പ്രാക്ടീസ് സിംഗുലർ ആണ്, അതിൻ്റെ കൂടെ ഹാസ് ആണ്. കറക്റ്റ് ആണ്, വേർബ് കോൺകോഡ് കറക്റ്റ് ആണ്. ബാൻഡ് ഇൻ ശ്രീലങ്ക ആൻഡ് ദ പാസീവ് വോയിസ് ഹാസ് ബീൻ ബാൻഡ് ഇൻ ശ്രീലങ്ക. ആൻഡ് ദർ ഹാവ് ബീൻ അജിറ്റേഷൻസ് പ്ലൂറലായതുകൊണ്ട് ഹാവ് കറക്റ്റ് ആണ്, വേർബ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ റൈറ്റ്. അപ്പോൾ മനസ്സിലായല്ലോ? പ്രാക്ടീസ്. യെസ്, ഇറ്റ് ഇസ് വെരി ഗുഡ് എവ്രി വൺ. ലെറ്റ്സ് മൂവ് ടു ടുഡേയ്സ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹിസ് regime fell in 1990, but the state apparatus he built survived, including the constitution. His regime fell in 1990, but the state apparatus he built survived, including the constitution. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളാം ആൻഡ് ഗിവ് മീ യുവർ ആൻസേഴ്സ്, കേട്ടോ. ഇത് വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് നോക്കി ആൻസർ ചെയ്ത് ആൻഡ് എനിക്ക് കോമന്റ് സെഷനിൽ തരണം. ഓക്കെ, ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ആൻസേഴ്സ് in the comment section. So see you again. Thank you so much everyone. നമ്മുടെ Ada 24/7 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക്. അപ്പോൾ ജോയിനസ് കേരള PSC ഷോർട്ട് സെലക്ഷൻ എന്ന ടെലിഗ്രാം ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി കറണ്ട് അഫയേഴ്സിന്റെ ഇതൊക്കെ അയച്ചു തരും നമ്മൾ. അതുപോലെ ഈ നോട്ടൊക്കെ ഞാൻ ടെലിഗ്രാമിലൂടെ അയച്ചു തരും. താങ്ക് യു സോ മച്ച് ലൈവിൽ വന്ന എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ഫോർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് എ ലവ്ലി ക്ലാസ്. ആൻഡ് റെക്കോർഡഡ് വീഡിയോ കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ് ആൻഡ് സ്റ്റേ സേഫ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമെന്റ് സെക്ഷനിൽ ആൻസേഴ്സ്, സജഷൻസ്, അതുപോലെ തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇടാം. യു ആർ ഓൾവേസ് വെൽക്കം. ഷെയറിംഗ് among your friends, ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ മറ്റ് ആസ്പിറൻസിലോട്ടൊക്കെ എത്തിക്കുക. Ada 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്വിസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ കിട്ടും, പോയിന്റ്സ് ഏൺ ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സ് എടുക്കുമ്പോൾ അതിൽ റിഡക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷൻ പോകുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി 8 മുതൽ 8:30 വരെ, മൺഡേ ടു സാറ്റർഡേ. ഡെയിലി എഡിറ്റോറിയൽ സെഷൻ പോകുന്നുണ്ട്, മൺഡേ ടു ഫ്രൈഡേ 9 to 10 മോർണിംഗ് സെഷൻ. അപ്പോൾ ക്ലാസ്സിൽ വരിക, എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. യു ക്യാൻ അച്ചീവ് വെരി വെൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റൈറ്റിംഗ് സ്കിൽസും ഈ വൊക്കാബൊക്കെ ഇംപ്രൂവ് ചെയ്യാം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു ഓർക്കണം കേട്ടോ. അപ്പോൾ സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ സേഫ്.
മെറി ക്രിസ്മസ് എവ്രി വൺ ആൻഡ് എ വണ്ടർഫുൾ ഡേ. നന്നായിട്ടിരിക്കുക. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി അഗൈൻ. ബൈ.